കോൺഫ്ലിക്റ്റ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പ്രശസ്തനായ ഡോക്ടർ അരുൺ സക്കറിയ. അദ്ദേഹം കേരള സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലെ ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറാണ്. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ വന്യമൃഗ സംരക്ഷണം, അതുപോലെ തന്നെ മൃഗ ആരോഗ്യ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഏഷ്യൻ എലിഫന്റ് സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പിലെ അംഗമാണ്. എലിഫന്റ് ഹെൽത്ത്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റിലൊക്കെ വളരെ വ്യാപകമായ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. ആൻഡ് ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫ് അദ്ദേഹത്തിന്റെ ഒരു പെറ്റ് ടോപ്പിക്കാണ്. അപ്പം സാറിന് കൈമാറുകയാണ് ഇന്നത്തെ സെഷന് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്. താങ്ക് യു. താങ്ക് യു ബിജു സാർ ഫോർ കൈൻഡ് വേർഡ്സ്. ഓക്കെ, ഐ എം റിയലി സോറി കേട്ടോ. ഞാൻ ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ഓടി പിടിച്ച് വന്നപ്പോഴാണ് വന്നത്. ഓക്കെ, സോ ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഐ എം റിയലി സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. എനിവേ, എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ ടോപ്പിക്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്. ഓക്കെ, കേൾക്കാമെന്ന് വിചാരിക്കുന്നില്ല എല്ലാവർക്കും? ഓക്കെ ഓക്കെ ഓക്കെ. സോ മെയിൻലി ഇപ്പോഴത്തെ കൺസർവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഇപ്പം ആലോചിച്ച് നോക്കുക, നമുക്ക് മുമ്പൊക്കെ ഉണ്ടാകുന്ന കൺസർവേഷൻ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രോബ്ലംസ് മീൻസ് നമുക്ക് ഉണ്ടായിരുന്നത് ലാൻഡ് എൻക്രോച്ച്മെന്റ്, പോച്ചിങ്, ഇങ്ങനെ സിറ്റുവേഷനിൽ പോയിട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ആൻസർ ചെയ്യപ്പെടേണ്ടതിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പം അത് സമൂഹം മനസ്സിലാക്കുകയും അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പണ്ട് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ഉത്തരവാദിത്തമായിരുന്നു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, അതായത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്ന് പറയാം. പക്ഷെ സംഘർഷം ഒരു കോ എക്സിസ്റ്റൻസ് ആയിട്ട് നമ്മളിപ്പോൾ കാണുകയാണ്, ഇപ്പോൾ വേറെ കാണുകയാണ്. അപ്പോൾ അതിൽ വന്ന സമയത്ത് ഏറ്റവും വലിയ ഹോട്ട് കേക്ക് ഇപ്പം ഇതാണ്, ഇത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഇതിന് ഒരുപാട് പെർസ്പെക്റ്റീവും സാധനങ്ങളും എല്ലാം മാറി 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 വരുവാണ്. ഇപ്പം അത് മൊത്തം സൊസൈറ്റിയുടെ ഒരു 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 നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു വലിയ പെർസ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വളരെ ഇതായിട്ട് പറയാം. ഇത് നോക്കൂ, ഇതൊരു കാരിക്കേച്ചറാണ്. ഓക്കെ, ആഫ്രിക്കയിൽ ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ചൊരു കാരിക്കേച്ചറാണ്. നോക്കുക, അയാള് നിൽക്കുന്നു, ജീവിക്കുന്നു, ഒരു കൃഷിയിടത്തിൽ ജീവിക്കുന്നു. അവിടെ അയാളെ ഓർച്ചാട് ആന ആക്രമിക്കുന്നു, അയാളെ കോണെല്ലാം കുരങ്ങന്മാർ കൊണ്ടുപോകുന്നു. മരത്തിന് മുകളിലെ ലെപ്പേഡ് അയാളെ മറ്റേ ഷീപ്പിനെ നോക്കിയിരിക്കുന്നു, കുരങ്ങന്മാർ ഫുഡ് ഇത് ചെയ്യുന്നു. ഇതാണ് ഒരു പേഴ്സ്പെക്റ്റീവ്. ഇതാണ് വളരെ കാലമായിട്ട് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ആൾക്കാരുടെയും നമ്മളെ പോളിസി മേക്കേഴ്സിൻ്റെയും നമ്മളുടെ എന്താ പറയുക എല്ലാ രീതിയിലുള്ള ആൾക്കാരുടെയും ധാരണ ഇതാണ്. മനുഷ്യൻ ചുറ്റപ്പെട്ടിരിക്കുന്നു വൈൽഡ് ലൈഫ് കൊണ്ട്. പക്ഷെ ആക്ച്വലി അത് മാത്രമല്ല ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം. ഓക്കെ, കുമരേഷൻ കറക്റ്റ് മീ ഇഫ് എൻ്റെ ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ കീറി പരിശോധിക്കേണ്ട കാര്യത്തിനെക്കാട്ടും കൂടി നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ചെയ്യാം, രണ്ട് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രശ്നത്തെയും നമുക്ക് കീറി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ എന്നാലേ നമുക്കിതിൻ്റെ യഥാർത്ഥ കോൺഫ്ലിക്റ്റിൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. അപ്പോൾ ആലോചിക്കുക, മനുഷ്യനെ കുറിച്ച് ആലോചിക്കുക. ഓക്കെ, മനുഷ്യന്റെ എവല്യൂഷനെ കുറിച്ച് ആലോചിക്കുക. മനുഷ്യന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു ഒരു ഒരു കഴിവുമില്ലാത്ത ഒരു മൃഗമായിരുന്നു. പല്ലില്ല, നഖങ്ങളില്ല, ഓടാൻ പറ്റില്ല, ആദ്യത്തെ പ്രേയുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു വലിയ ചോദ്യമാണ്, ഹൂ കിങ് ദ ടോങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ഓസ്ട്രലോപിഥെക്കസിന്റെ സ്കള്ളാണിത്. ഓക്കെ, റീമണ്ട് ആർട്ട് കണ്ടെത്തിയ സ്കള്ളാണിത്. അന്ന് മനുഷ്യൻ ഒരു പ്രേയായിരുന്നു, കേവലം പ്രേ, അതായത് ഒരു എര മാത്രമായിരുന്നു. കാരണം വേറൊന്നും കഴിവില്ല, സിംഹങ്ങളെ പോലെ നാഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. ആ പ്രേ സിറ്റുവേഷനിൽ നിന്ന് മനുഷ്യൻ വളരെ കൃത്യമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി,
കൊന്നൊടുക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മളുടെ പല ആനകളും പല ആന സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നത്. അതിൻ്റെ അടയാളങ്ങൾ തെരുവുകൾ ഇതിലുണ്ട്, പഴയ ഗുഹകളിലുണ്ട്. മുകളിൽ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസൽഡോഫ് ജർമ്മനിയിൽ ഒരു കേവിലുള്ള ഒരു ഫോട്ടോ ആണ്. ആയിരക്കണക്കിന് ആനയുടെ എല്ലുകളാണ് അവിടെ സംഭരിച്ചു വെച്ചിരുന്നത്. അപ്പൊ ആലോചിക്കാം, ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരു പ്രേയിൽ നിന്ന് ഒരു പ്രിഡേറ്ററായിട്ട് മനുഷ്യൻ മാറുകയാണ്. ഓക്കെ, എക്സ്റ്റിങ്ഷൻ, അതായത് ലോകത്തിലെ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ മനുഷ്യൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലം മുതലേ പറയുന്ന സ്റ്റോറി മാത്രമല്ല, ഇതൊരു യഥാർത്ഥ പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബിഹേവിയറിലും മനുഷ്യന്റെ സിവിലൈസേഷനിലും അഗ്രികൾച്ചറിലും. ഇപ്പോൾ 10,000 വർഷങ്ങളായിട്ടുള്ളൂ അഗ്രികൾച്ചർ വന്നിട്ട്. ഓക്കെ, അവിടെ മുതൽ തുടങ്ങുകയാണ്. അവന് കൃഷി ആവശ്യം വരുന്നു, ഭൂമി കയ്യേറുന്നു, അവിടേക്ക് ആനകൾ വരുന്നു, ഇല്ലെങ്കിൽ ബാക്കി സ്പീഷീസ് വരുന്നു. അവിടെ നമ്മുടെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സിവിലൈസേഷന് ശേഷമാണ്, അഗ്രികൾച്ചറിന് ശേഷമാണ്, അഗ്രികൾച്ചർ വന്നിട്ടാണല്ലോ സിവിലൈസേഷൻ വരുന്നത്. അഗ്രികൾച്ചറിന് ശേഷമാണ്, കൃഷി ചെയ്യുന്നതിന് ശേഷമാണ് ഇത്. അത് വലിയ പഴക്കമൊന്നുമില്ല കേട്ടോ, വലിയ പഴക്കമൊന്നുമില്ലാത്തൊരു കേസാണ്. അവിടെ വെച്ചിട്ടാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പല രീതിയിലും പല ഭാവങ്ങളിലും മനുഷ്യനിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇതിന്റെ പല ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ റൈറ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞാല് നമ്മളെ ബത്തേരിക്കടുത്തുള്ള കേവില് കണ്ട ഒരു പിക്ചറാണ്. ആലോചിച്ച് നോക്കുക. ഒരു കിങ് നിൽക്കുന്നു, തലയിൽ കിരീടമുണ്ട്, അയാൾ ഉപയോഗിക്കുന്നത് ഒരു ഷാർപ്പ് കുന്തമാണ്. അപ്പം വയനാടൊക്കെ പണ്ട് പറഞ്ഞു കഴിഞ്ഞാല്, അതേസമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാല് മസായിമാരിലെ എലഫന്റ് കില്ലിംഗ് ആണ്. അവര് മസായിമാരെന്ന് പറഞ്ഞാൽ കൃഷിക്കാരാണ്. അവര് പശുവിനെ സിംഹം പിടിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് കുത്തിക്കൊല്ലും. ഓക്കെ, ഇത് തന്നെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ പുലിക്കുത്ത് എന്ന് പറഞ്ഞ സംസ്കാരം തന്നെ വയനാട് ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു പുലി വന്ന് പുതിയ കടുവയോ അല്ലെങ്കിൽ ലെപ്പേർഡോ വന്ന് പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ചെറുപ്പക്കാരെല്ലാം കൂടി ഒരു ടീം ഉണ്ടാക്കി. അതിന്റെ ഇതാണ് ഇപ്പുറത്ത് കാണുന്ന എടക്കൽ കേസ് കാണുന്ന ഗ്രാഫിറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പം ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൃഷി അനുബന്ധമായിട്ട് ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം വരുന്ന ഒരു പ്രശ്നമാണ്. എല്ലായിടത്തും സെയിം ആണ്. അതിന് ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആഫ്രിക്കയിൽ പോയി ഇവരുടെ ഇത് കണ്ട സമയത്ത്, കുന്തം കണ്ട സമയത്ത് കൃത്യമായിട്ട് വയനാട് ഉപയോഗിക്കുന്ന കുന്തത്തിന്റെ എക്സാക്ട്ലി ദ സെയിം ആണ്. സോ ഇറ്റ്സ് എ പ്രോസസ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മളിത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റോൾ എന്താണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ പോളിസി ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ, ഒന്ന് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്, 2 സിറ്റിസന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. രണ്ടും പറയുന്നത് വളരെ സിമ്പിളാണ്: പ്രൊട്ടക്ട്, ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് സേഫ് ഗാർഡ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഇൻ ദ കൺട്രി. ഓക്കെ, ബാക്കി രണ്ടാമത് പറയുന്നത് സിറ്റിസൺസിനെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ പരിസ്ഥിതിയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ മുകളിൽ ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ നമ്മുടെ മുകളിൽ ഉണ്ട്. ഇതാണ് എൻവയോൺമെന്റ് പോളിസി ഓഫ് ഇന്ത്യ. അപ്പം തീർച്ചയായിട്ടും കൺസർവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗമായിട്ട് വരികയും അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതില് രസകരമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ എന്നാണ് ഈ കൺസർവേഷൻ കോൺഷ്യസ്നെസ് മനുഷ്യൻ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ മനുഷ്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒത്തിരി ഫാക്ടറികൾ ഉണ്ടാക്കി, പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ സമയത്താണ് റേച്ചൽ കാൾസന്റെ ഒക്കെ ബുക്ക് വരുന്നത്. ഓക്കെ, സൈലന്റ് സ്പ്രിംഗ് ഒക്കെ വരുന്നത്. അതോടെയാണ് മനുഷ്യനിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞ ബോധം ഉണ്ടാവുന്നത്. കേരളത്തിലാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് നമ്മൾ ചെയ്തൊരു പരിസ്ഥിതി സമരം എന്ന് പറയുന്നത് നമ്മൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അവിടെ ഒരു ഡാം കെട്ടാൻ നോക്കി. കേരളത്തിലെ ഏറ്റവും പ്രസ്റ്റീൻ ആയിട്ടുള്ള ഫോറസ്റ്റ് വെള്ളത്തിൽ മുങ്ങിപ്പോകും തോന്നിയ സമയത്ത് പരിസ്ഥിതി പ്രവർത്തകർ കൂട്ടായി വരികയും അങ്ങനെയാണ് പരിസ്ഥിതി ബോധം കേരള സമൂഹത്തിന്റെ മുകളിലുണ്ടാകുന്നത്. അപ്പൊ ഇത് വളരെ സമയം കഴിഞ്ഞിട്ടാണ് 72-ലൊക്കെയാണ് 75-ലൊക്കെയാണ് ഈ സമരങ്ങൾ വരുന്നത്. അപ്പം അതൊരു ലേറ്റ് ബോധമാണ്. അവിടുന്നാണ് ശരിക്കും പരിസ്ഥിതി എന്ന് പറയുന്ന പ്രശ്നത്തെക്കുറിച്ചും അത് ആൻസർ ചെയ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ബോധം സമൂഹത്തിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പറയുന്നത്
ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു സഹവർത്തിത്വത്തിന് ഒരു സാധ്യത ഇല്ലാത്ത ഒരു സമയത്ത് എന്തായാലും ഇന്ററാക്ഷൻ ഉണ്ടാവും. വൈൽഡ് ലൈഫായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും, ഹ്യൂമൻസ് ആയിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവും. ആ ഇന്ററാക്ഷൻ പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അവിടെയാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങൾ വരുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷനായിട്ട് WWF 2005 കൊടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, any interaction between humans and wildlife that results in negative impact on human, social, economic or cultural life or on the conserved wildlife population or the environment. രണ്ട് സൈഡിലും വരുന്ന തിരിച്ചടികൾ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അത് ഹ്യൂമൻ സൈഡിൽ വരുന്നുണ്ട്, വൈൽഡ് ലൈഫ് സൈഡിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കറന്റ് സിനേറിയോ ആലോചിച്ചു. അപ്പൊ നിങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് അക്രോസ് ഉള്ള ആൾക്കാരാണെന്നാണ് സാറിനോട് പറഞ്ഞത്, ബി സാറിനോട് പറഞ്ഞത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് ആർ ദ കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ്, ഏതാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസിക്കൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുന്ന ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ആനയും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം. ദെൻ രണ്ടാമത് ഹെർബിവോസ്, അതായത് മാനുകൾ, കാട്ടുപോത്ത്, ഇതൊക്കെ പുറത്തിറങ്ങുന്നത്. വളരെ രസകരമായ സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് ഒരു കാട്ടുപോത്ത് മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ ടെക്നോ പാർക്കിൽ വന്നിറങ്ങുന്നത്. ഓക്കെ, വൈൽഡ് പിഗ്സ്, അതായത് കാട്ടുപന്നി എന്ന് പറയുന്ന വൈൽഡ് പിഗ്സ് വ്യാപകമായിട്ട് കൃഷിസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു, അത് പോകുന്നു. പ്രൈമേറ്റ്സ്, കുരങ്ങന്മാർ, ഇതൊക്കെ രസകരമായിട്ടുള്ള ഓരോ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, കാർണിവോസ്, അതായത് ലെപ്പേർഡ്, ടൈഗർ, വൈൽഡ് ഡോഗ്, കടുവ ഇറങ്ങുന്നു, മനുഷ്യനെ പിടിക്കുന്നു, അല്ലെ പശുക്കളെ പിടിക്കുന്നു, പുലി ഇറങ്ങുന്നു. പിന്നെ ബെയർ പോലുള്ള മറ്റേ ഇതിലുള്ള അതായത് കരടിയെ പോലെയുള്ള ചില മൃഗങ്ങളും ഇതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് മനുഷ്യന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് അവൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നു. ഇപ്പം മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണിച്ച് എലഫന്റ് അറ്റാക്ക് ചെയ്ത് മരിച്ചൊരു മനുഷ്യൻ, ഞാൻ നമുക്ക് മറക്കാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ദെൻ രണ്ടാമത് അയാളെ പ്രോപ്പർട്ടി, അയാളെ വീട് പൊളിക്കുന്നു, അയാളുടെ ഉപജീവന മാർഗം, അതായത് കൃഷിയായാലും കന്നുകാലി വളർത്തലായാലും ബാധിക്കപ്പെടുന്നു. അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രിഞ്ചിൽ ജീവിക്കുന്ന, കാടിന്റെ പരിധിയിൽ ജീവിക്കുന്ന, തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ പ്രശ്നമാണ്. അവരുടെ ജീവിതം നഷ്ടപ്പെടുക. അവര് ഒരു തെങ്ങൊക്കെ ഉണ്ടാക്കണ എത്ര വർഷം വർക്ക് ചെയ്യണം ആലോചിച്ച് നോക്കുക. അതൊക്കെ ഒരു ആനയ്ക്ക് ഒരു നിമിഷം കൊണ്ട് തകർക്കാവുന്നേ ഉള്ളൂ. അവരുടെ ജീവിതമാർഗം അവിടെ കോംപ്രമൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ പോച്ചിങ് ഫോർ ഐവറിയാണ്, കൊമ്പിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി. ആനയുടെ കേസിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ളത് ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോച്ചിങ് നടക്കുന്നുണ്ടായിരുന്നു. അത് അത്ര വലിയ ഒരു പാതകമായിട്ട് അന്ന് കണ്ടിരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്ന സംഭവമാണ്. ആലോചിക്കുക, 58കളിലാണ് കുടിയേറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഫാമിനായിരുന്നു. ആ സമയത്ത് സർക്കാർ നെല്ല് കൊടുത്ത് പണം കൊടുത്തിട്ട് ആൾക്കാരോട് പറയാണ്, കാട്ടിലേക്ക് കയറിക്കോളൂ, അവിടെ നിങ്ങൾ കൃഷി ചെയ്യൂ, ഭക്ഷണം ഉണ്ടാക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പൊ ആലോചിക്കുക, ഇപ്പൊ ഫസ്റ്റ് നമ്മളുടെ പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞത് കാടിനെ കുറിച്ച് പറഞ്ഞിരുന്ന കൺസർവേഷനെ കുറിച്ചല്ല, എങ്ങനെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാടിനെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു വന്നത്. ആദ്യത്തെ കാഴ്ചപ്പാട് അതാണ്. ഓക്കെ, 58 നമ്മളെ ഫസ്റ്റ് ഇതില് പ്ലാനിൽ വെച്ച് അതില് അങ്ങനെയാണ് കാടുകൾ പലതും വെട്ടി യൂക്കാലിപ്റ്റസ് ഉണ്ടാക്കിയത്. കാരണം പൾപ്പ് ഉണ്ടാക്കണ യൂക്കാലിപ്റ്റസ് വേണം. യൂക്കാലിപ്റ്റസ് ഉണ്ടാക്കിയ പഴയ ബ്രിട്ടീഷ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം, അതായത് തേക്ക് വെച്ച് പിടിപ്പിക്കുക, അവിടുന്ന് കൊണ്ടുപോവുക എന്ന് ചെയ്തൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ അവിടുന്ന് നമ്മൾ ഇതിലേക്ക് മാറുന്ന സമയത്താണ് പോച്ചിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു 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 ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുന്നത്. അന്ന് ബ്രിട്ടീഷേഴ്സ് പോച്ചിങ് ഉണ്ടായിരുന്നു. അവരെ എന്താ പറയാ, അവരുടെ മറ്റേ ഇതിനു വേണ്ടിയിട്ടുള്ള പോച്ചിങ് ഉണ്ടായിരുന്നു, സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള പോച്ചിങ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പോച്ചിങ് ഏരിയകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കൊമ്പിന്റെ വിപണിയിൽ വന്ന ശേഷമാണ് ഒത്തിരി ആൾക്കാർ, അതായത് സെൻട്രൽ ട്രാവൻകൂർ അവിടുന്ന് ആൾക്കാർ കുടി അങ്ങോട്ട് കയറിയിട്ട് വ്യക്തമായ സിസ്റ്റത്തോടെ കൊമ്പ്, ഇതൊക്കെ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത കേസുകളാട്ടോ. ഒന്ന് 98 കേസ്, ഒന്ന് 2002 കേസ്. അത് രണ്ടാമത് കൊമ്പ് എടുക്കാൻ പറ്റിയില്ല. ബുള്ളറ്റ് നിങ്ങൾക്ക് കാണാം, മറ്റേ ഹെഡിന്റെ മുകളിൽ കാണാം. അപ്പം അതൊരു
ഒരു വളരെ ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് വന്ന സമയത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ അതിന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വയനാട്ടിൽ പോച്ചിങ് കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല, അത് സ്ട്രിഞ്ചന്റ് ആയിട്ടില്ല. പക്ഷെ വേറെ കുറെ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പോച്ചിങ് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വേറെ കുറെ നമ്മൾ ഡെവലപ്മെന്റ്, അതായത് നമ്മൾ വികസനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആന മരിച്ചു കിടക്കുന്നത്, ലെഫ്റ്റും റൈറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോട്ടൻഷ്യൽ ലൈൻ പെരിയാറിൽ കൂടെ പോകുന്നുണ്ട്. ഓക്കെ, അവിടെ തട്ടി മരിച്ചാണ്. ഒരു വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രിക് ലൈനിൽ തട്ടിയിട്ടാണ് മരിക്കുന്നത്. അതേപോലെ തന്നെ വേറെ ഇഷ്യൂവിന്റെ മുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറച്ചിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ലൈൻ വലിക്കുക, ഒന്ന് കെട്ടുക, കാട്ടിൻ്റെ അടുത്ത് കെട്ടുക, അത് നേരെ പവറുമായിട്ട് കൊടുക്കുക. മനുഷ്യന്മാർ തട്ടി ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അതേ സമയത്ത് ആനകളെ പോലുള്ള ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഏറ്റവും നല്ലൊരു സുന്ദര കൊമ്പനാണ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ചെയ്ത ഒരു ആനയാണ്, അത് വന്നു ഇലക്ട്രിക് ലൈനിൽ തട്ടി. റൈറ്റ് സൈഡിൽ വേറെ വെച്ച് ഇതേപോലെ മാന് വെച്ച് ഒരു 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 ഇലക്ട്രിക് ലൈനാണ്, അത് തട്ടി മരിച്ച ആനക്കുട്ടി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതായത് മനുഷ്യരുടെ അവരുടേതായിട്ടുള്ള എന്താ പറയാ ആഗ്രഹങ്ങളുടെ മുകളിൽ അവർ ചെയ്യുന്ന ഇറച്ചിക്ക് വേണ്ടി, മാംസത്തിന് വേണ്ടി, പോച്ചിങ്ങിന് വേണ്ടി, പോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിക്ക് വേണ്ടി കൊല്ലുക എന്നുള്ളത് മാത്രമാണ്, കൊമ്പുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള, ഇതിന്റെ ഭാഗമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പിക്ചർ ഞാൻ കാണിച്ചു തന്നെ, ഞാനൊരു 2013 എടുത്തൊരു ഫോട്ടോ അത്. ഓക്കെ, ഒരു ആകെ 10 മീറ്ററേ ഉള്ളൂ. 10 മീറ്ററിൽ ഇലക്ട്രിക് ലൈൻ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, അതൊരു പവർ സോഴ്സുമായിട്ട്, അതായത് ഒരു AC കറണ്ടുമായിട്ട് കൊടുത്തു. 3 ആനിമലാണ് ഒരു 10 മീറ്ററിനുള്ളിൽ മരിച്ചു വയ്ക്കുന്നത്. ഒരു സ്പോട്ടഡ് ഡിയർ, ഒരു സാമ്പർ ഡിയർ, ഒരു വൈൽഡ് ബോർ. ഇത്ര വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇലക്ട്രോക്യൂഷൻ, അതായത് കറണ്ട് വെച്ച് കൊല്ലുക എന്നുള്ള രീതി കേരളത്തിൽ പടരുന്ന ഒരു ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ചില കേസുകളിലാണെങ്കിൽ ഇവർ പോയിസൺ ചെയ്യും, അതായത് കോൺഫ്ലിക്റ്റ് ആനിമലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിഷം വെച്ച് കൊല്ലും. ഇത് രസകരമായ ഒരു, രസകരം എന്ന് പറഞ്ഞാൽ രസകരമല്ല, ട്രാജിക് ആയിട്ടുള്ള ഒരു കേസാണ്. ഒരു ആന മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പം സാധാരണ ഞാനത് നമ്മൾ 2 രീതിയിൽ നമ്മൾ ഡെത്തിനെ ഹാൻഡിൽ ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആനകളെയും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കത്തിച്ച് കളയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ ആനിമലിനും, ഇപ്പോൾ കാട്ടിൽ മരിക്കുന്ന എല്ലാ ആനിമലിനെയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് നമ്മളെ റൂള്. കാരണം അതിൻ്റെ കോസ് ഓഫ് ഡെത്ത്, അതിൻ്റെ മരണകാരണം നമ്മൾ കണ്ടെത്തി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അതിനെ കണ്ടിട്ട് അത് വേറെ രീതിയിൽ. അപ്പം ഈ ആന ഒരു 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 എസ്റ്റേറ്റിനകത്ത് കയറി അവിടെ സ്ഥിരമായിട്ട് വന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് പോകും. അതായത് അവിടെയുള്ള ഭക്ഷണവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട്, അരിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആന ഒരു ദിവസം ഡെഡായി. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതിന് നമുക്ക് കടുവയ്ക്ക് കൊടുത്തളയാം. അതായത് ഇതിന് മുകളിൽ ഒരുപാട് ആനിമൽസ് ജീവിക്കുന്നുണ്ട് ഈ കടുവയുടെ മുകളിൽ, ഈ മറ്റേ കാർക്കസിന്റെ മുകളിൽ. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ആന മരിച്ചപ്പോൾ ഞങ്ങൾ 4 ക്യാമറ ചുറ്റും വെച്ചു. ഭയങ്കര രസകരമായിട്ട് 22 സ്പീഷീസാണ് ആ കാർക്കസിന്റെ മുകളിൽ വന്ന് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ കടുവ നല്ല ഒന്നാന്തരം സ്കാവഞ്ചർ ആട്ടോ, വന്നിട്ട് ഡെഡായിട്ടുള്ള ആനിമലിനെ, ചത്തിട്ടുള്ള ആനിമലിനെ കഴിച്ചിട്ട് പോകും. പിന്നെ വൈൽഡ് ഡോഗ്, ഒത്തിരി, ഈവൻ ഡിയർ, മാന്, സ്പോട്ടഡ് ഡിയറിന് വളരെ കൊമ്പ് വേണേ, കാൽസ്യം വേണം. അപ്പോൾ ഈ എല്ല് വന്നിട്ട് കരണ്ട് തിന്നും. അതേപോലെ പോർക്യൂപ്പൈൻ, അങ്ങനെ ഒരുപാട് സ്പീഷീസ്, ഒരു വലിയൊരു ബയോമാസിന്റെ മുകളിൽ ജീവിക്കുന്ന ഒരുപാട് സ്പീഷീസ് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഒരു ഒരു ആനയുടെ ബോഡി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ആനയെ പോലുള്ള ഒരു ബോഡി, വലിയ ബോഡി. അപ്പം പക്ഷെ എന്തോ എനിക്കൊരു അപാകത തോന്നി. ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് അതിനകത്ത് കണ്ടത് വയറ്റിൻ്റെ ഉള്ളിൽ ഒരു 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 നമ്മളെ വിഷത്തിന്റെ പാക്കറ്റ് ഇരിക്കും. അത് പൊട്ടി, അത് ആന കഴിച്ചു. അവിടുന്ന് ആ എസ്റ്റേറ്റിന്റെ അവിടെ വന്നു, ആ ഇത് പൊളിച്ചു, കഴിച്ചിട്ട് അത് ആ സമയത്ത് പൊട്ടിയില്ല, വയറ്റിൽ വെച്ച് പൊട്ടി, അത് ഡെഡ് ആവുകയും ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ ടൈഗറിന് കൊടുത്തില്ല, അങ്ങനെയാണ് ടൈഗർ പോയത്. അപ്പം ഇതിങ്ങനെ പോയിസണിങ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കടുവയുടെ പോയിസണിങ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചെയ്തത് 2018 ഇത്. എന്ന് പറഞ്ഞാൽ കടുവ, നിങ്ങൾക്കറിയാമല്ലോ, കടുവ എപ്പോഴും ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഏജ്ഡ് ആയി കഴിഞ്ഞാൽ പല്ല് പോവും, ഇല്ലെങ്കിൽ അന്യോന്യം സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നേരെ അടുത്ത ഹ്യൂമൻ സെറ്റിൽ മനുഷ്യൻ ജീവിക്കുന്നതിന് അടുത്ത് വന്നിട്ട് കെട്ടിയിട്ട പശുക്കളെ മാത്രമേ കഴിക്കത്തുള്ളൂ.
അപ്പോൾ ഇതങ്ങനെ വന്നു, ഒരു കെട്ടിയിട്ടുള്ള പശുവിനെ കഴിച്ചു. അയാൾ എന്ത് ചെയ്തു, കുറച്ച് ഫ്യൂരിഡാൻ, അതായത് നമ്മൾ വിഷമല്ലേ, അത് അതിൻ്റെ മുകളിൽ വെച്ചു. നെക്സ്റ്റ് ഡേ അത് മരിച്ചു. ഒരുപാട് കേസുകൾ സംഭവിക്കുന്നുണ്ട്. പോയ്സണിങ്, വിഷം വെച്ച് കൊല്ലുന്ന പരിപാടി ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൽ സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. ചില കേസുകൾ എന്ന് പറഞ്ഞാൽ കത്തിയമ്പ് ഉപയോഗിക്കും. ഇത് പലപ്പോഴും ട്രൈബൽ പീപ്പിളാണ് ഉപയോഗിക്കുന്നത്. കത്തിയമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കത്തി പോലെ അതിൻ്റെ അമ്പിന് മുകളിലുണ്ടാവും. ഇത് എറിയും. അത് അത് കൊണ്ടു കഴിഞ്ഞാലും ഈ തൊലിപ്പുറത്തിന് താഴെയായിട്ടാണ് വരിക. അത് വന്നു കഴിഞ്ഞാൽ ആനിമൽ അത് ഉരച്ച് പൊട്ടിച്ച് കളയും. പക്ഷേ അത് നടക്കുന്നതിനനുസരിച്ച് ഈ കത്തി ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഭയങ്കര ദാരുണമായിട്ട്, ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഡെത്ത് ഉണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ചില സ്ഥലങ്ങളിലും ഒരു ബോംബ്, അതായത് പടക്കം ചക്കയിലൊക്കെ ആക്കി വെക്കും. ഈ ആന ആറളത്തിനെടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. അതിൻ്റെ വായ പൊട്ടിപ്പിളർന്ന് നിൽക്കുന്ന കാണാം, പഴുപ്പൊക്കെ കയറി വളരെ പെയിൻഫുൾ ആയിട്ട്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം നടക്കുന്നുണ്ട്, പടക്കം വെച്ചിട്ട് കൊല്ലുക എന്നുള്ളത്. ഇതും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന്റെ വേറെ ആട്രിബ്യൂട്ടാണ്. വേറൊരു ആട്രിബ്യൂട്ട് തന്നെ നമുക്ക് റോഡ് കിൽസ്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടിയ 3 കേസാണ് ഒരൊറ്റ ദിവസം. ഒരു കാട്ടുപോത്ത് ലോറി ഇടിച്ചു, ബസ് ഇടിച്ചു, മരിച്ചു. ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്പേർഡ് ക്യാറ്റ് ആണ്, സുന്ദരനായ ഒരു പൂച്ചയാണ്. ഓക്കെ, ഡിയേഴ്സ് മരിക്കുന്നുണ്ട്. ഇത് ഡെവലപ്മെന്റ് ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വികസനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഈ റോഡ് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ്, മറ്റേ ഇടത്ത് സൈഡിലുള്ള അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തേരി പുൽപ്പള്ളി റോഡാണ്. വ്യാപകമായിട്ട് നമുക്ക് റോഡ് കിൽസ് കിട്ടുന്നുണ്ട്. ഇതും ഒരു വികസനത്തിന്റെ പ്രശ്നമാണ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഈ രീതിയിൽ നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ വൈൽഡ് ലൈഫ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കാണുന്നു പറഞ്ഞാൽ, ഇപ്പോൾ ഇടതുവശത്തുള്ള ഇത് കാണുക, ആനയും അതിൻ്റെ ശ്വാസകോശമാണ് കാണുന്നത്. ഇത് MTB എന്ന് പറയും, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അതായത് ക്ഷയം. ഓക്കെ, MTB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഇതാണ്, മനുഷ്യനിൽ മാത്രം വരുന്ന, മനുഷ്യന്റെ പരിണാമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു രോഗമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഇതിപ്പോൾ കാട്ടാനിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ 8 കേസോളം ഞങ്ങൾക്ക് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ആലോചിക്കുക, നിങ്ങൾ ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ക്ഷയം വരണമെങ്കിൽ ഇപ്പം നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ 10 മൈക്രോൺ സൈസിലെ, മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സൈസിലെ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഉമിനീര് വരികയും അല്ലെ ലങ്സിൽ നിന്നുള്ള സെക്രീഷൻസ് വരികയും അത് ശ്വസിക്കുന്ന ആൾക്ക് വരികയാണ് ചെയ്യുക. ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഒരു ആനയ്ക്ക്, ഒരു മനുഷ്യൻ, അത് കാട്ടാനയാട്ടോ, അത് ലോകത്തെ ഫസ്റ്റ് റിപ്പോർട്ടാണ് കാട്ടാനകളിൽ MTB വരുന്നത്. ഇത് വ്യാപകമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയുടെ സംബന്ധമായിട്ട് കാട്ടുപോത്ത് മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുളമ്പ് രോഗം മുഖേനയാണ് മരിച്ചിരിക്കുന്നത്. കുളമ്പ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളിൽ മാത്രം ഉണ്ടായ, നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന, അതായത് പശുവിനെ നമ്മൾ വളർത്തി നമ്മളുടെ മൃഗമാക്കി വളർത്തിയ സമയത്ത് ഉണ്ടായ സാധനമാണ് കുളമ്പ് രോഗം. ഇത് കാട്ടിലുണ്ടാവാറില്ല, ഒരിക്കലും ഉണ്ടാവാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ കാട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസകരമായ സംഭവമാണ്. ഇത് നമുക്ക് കുളമ്പ് രോഗം കിട്ടിയ ആനിമൽസ്, മൃഗങ്ങളെ നോക്കുമ്പോൾ, കാട്ടുപോത്തിനെ നോക്കുമ്പോൾ മിക്കതും ഡെഡായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കടുവ പിടിച്ചിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപോത്തിന് നടക്കേണ്ടതാണ്, അതിൻ്റെ കാലുകളാണ് അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിനെല്ലാം കുളമ്പ് രോഗം വന്നു കഴിഞ്ഞാൽ കാലിലാണ് വരിക. ഈ 2 കുളമ്പിൻ്റെ ഇടയ്ക്ക് മറ്റേ പുഴുക്കൾ വരും, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവും, അത് ഡെഡ് ആവുകയും ചെയ്യും. ഇതെല്ലാം കടുവ പിടിച്ചിട്ടാണ് മരിച്ചു പോയത്. അപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഞങ്ങൾക്ക് കടുവയുടെ എണ്ണം കൂടുന്നത് 2012-13 ശേഷമാണ് നമുക്ക് കാരണം കൃത്യമായിട്ട്. അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇരകളുണ്ടായിരുന്നു കാട്ടിൽ, കാട്ടുപോത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, മാനുകൾ ഉണ്ടായിരുന്നു, സ്പോട്ടഡ് ഡിയർ, പിന്നെ ബാക്കിംഗ് ഡിയർ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവയുടെ എണ്ണം വ്യാപകമായി വർദ്ധിക്കുകയും കാട്ടുപോത്തുകളെല്ലാം കൃത്യമായി കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വന്ന സമയത്ത് പറഞ്ഞാൽ ഞങ്ങൾ നോക്കിയ സമയത്ത് ഈ കുളമ്പ് രോഗം തന്നെത്താൻ നിന്ന് പോകുന്ന ഒരു കാരണം ഇതെന്ന് പറഞ്ഞാൽ കടുവകളായി. അപ്പം നമുക്ക് കാട്ടുപോത്തിൻ്റെ എണ്ണം കുറവാണ്, കടുവകളുടെ എണ്ണം കൂടി, അതെല്ലാം നഗരത്തിലേക്കും സൈഡിലേക്കും വരാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പം എമേർജിങ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് പുതിയ രോഗങ്ങൾ. ഇപ്പം നീപ്പ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. നീപ്പ നമ്മൾ മനുഷ്യരിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു.
നമുക്ക് 3 ഔട്ട് ബ്രേക്ക് ഉണ്ടായി, കോഴിക്കോട് തന്നെ ഉണ്ടായി. അതുകൂടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എമർജിങ് ഡിസീസ് എന്ന് പറയുന്ന പുതിയ വരുന്ന രോഗങ്ങളുടെ 80% വരുന്നത് വൈൽഡ് ലൈഫിൽ നിന്നാണ്, മൃഗങ്ങളിൽ നിന്നാണ്. ഈവൻ HIV, എയ്ഡ്സ് വന്നിരിക്കുന്നത് മൃഗങ്ങളിലാണ് വന്നിരിക്കുന്നത്. സാൾസ്, ഇത് നമ്മളുടെ കൊറോണ വന്നില്ലേ, അത് വന്നിരിക്കുന്നത്. എബോള വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്, ഇതെല്ലാം നമ്മളുടെ വൈൽഡ് ലൈഫാണ്. ഇതിനെ നമ്മൾ റിസർവോയർ എന്ന് പറയും. റിസർവോയർ എന്ന് പറഞ്ഞാൽ അവിടെ ആ വൈറസ് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ആ റിസർവോയർ അത് ചാടി പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ സ്പിൽ ഓവർ എന്ന് പറയാം. അതായത് ചാടി പുറത്തേക്ക് വരിക, അതായത് മനുഷ്യനുമായിട്ടുള്ള കോണ്ടാക്ട് പല രീതിയിൽ അത് ഉണ്ടാവാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൈസനു ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയും. ഓക്കെ, ഞങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസീസ് എക്കോളജി എന്ന് പറഞ്ഞൊരു സയൻസാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഡിസീസ് എക്കോളജി എന്ന് പറഞ്ഞാൽ ഓരോ രോഗത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു 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 പ്രകൃതി നിയമവും അതിൻ്റെതായിട്ടുള്ള ഒരു എക്കോളജി ഉണ്ട് ഓരോ രോഗത്തിനും, വളരെ കൃത്യമായിട്ട്. അപ്പം ഇതിലൊരെണ്ണമാണ് കൈസനു ഫോറസ്റ്റ്. ഇതിന് 1957 ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന കർണാടകത്തിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു വില്ലേജാണ് കൈസന്നൂർ എന്ന് പറഞ്ഞത്. കാസന്നൂർ എന്നും പറയും, കൈസന്നൂർ എന്ന് പറയും. കാസന്നൂർ എന്ന്. അവിടെ ഒരു കാലത്ത് വ്യാപകമായിട്ടുള്ള മരംവെട്ട് നടന്നു. മരംവെട്ട് നടന്നപ്പം കുരങ്ങന്മാർക്കൊന്നും ജീവിക്കാൻ സ്ഥലമാണ്ട് പുറത്തു വരാൻ തുടങ്ങി. പുറത്തു വന്ന കുരങ്ങന്മാരെല്ലാം മരിക്കാൻ തുടങ്ങി, ചാവാനും തുടങ്ങി. അപ്പം നോക്കുമ്പോൾ വളരെ ഒരു പർട്ടിക്കുലർ ഡിസീസാണ്. ഇതിനെയാണ് ഒരു കാസനോ ഫോറസ്റ്റ് ഡിസീസ് എന്ന് വിളിച്ചത്. ഇത് ലാസ്റ്റ് കാസനൂർ ഒരുപാട് ആൾക്കാർ അതിന് വാക്സിൻ കണ്ടെത്തി, പക്ഷെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി. ഇത് ഞങ്ങൾക്ക് കിട്ടുന്നത് 2016 വയനാട് വെച്ച് കിട്ടും. വയനാട് ഞങ്ങളൊരു ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കോടതി ഉത്തരവിന്റെ പ്രകാരം ഒരു 13,000 കുരങ്ങന്മാരെ പിടിച്ചിട്ട്, കാരണം ഈ കുരങ്ങന്മാരെല്ലാം നഗരത്തിൽ നിൽക്കുകയാണ്. 3 തരം കുരങ്ങന്മാരുണ്ട്. ഒന്ന് അർബൻ മങ്കീസ് എന്ന് പറയും, നഗരങ്ങളിൽ ജീവിക്കുന്ന കുരങ്ങന്മാർ. അതുങ്ങൾക്ക് അതിന്റെ ഭക്ഷണം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അവര് തെണ്ടിത്തിരിഞ്ഞ് നടക്കും, ബെഗ് ചെയ്യും, സ്റ്റീൽ ചെയ്യും, മോഷ്ടിക്കും, അങ്ങനെ ജീവിക്കുന്ന കുരങ്ങന്മാർ. 2, ഇതിനിടയ്ക്കുള്ള കൃഷിയിടങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന കുരങ്ങന്മാർ. അവരെന്ന് പറഞ്ഞാൽ കൃഷി തകർത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. 3 എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിനകത്തുള്ള ജംഗിൾ മങ്കീസ് എന്ന് പറയും. ഇത് മെയിൻലി ബോണറ്റ് മക്കാക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ. ബോണറ്റ് മക്കാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാരണ നാടൻ കുരങ്ങ് എന്ന് പറയുന്നത്. ഈ ബോണറ്റ് മക്കാക്കാണ് ഏറ്റവും കൂടുതൽ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഈ ബോണറ്റ് മക്കാക്സ് എല്ലാം ബത്തേരി ടൗണില് ഇങ്ങനെയെല്ലാം വന്ന് നിന്ന് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറി. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവാറുണ്ട് എല്ലാ രീതിയിലും. ട്രൂപ്സ്, പല ട്രൂപ്പുകൾ, ട്രൂപ്പ് എന്നാ പറയാം, നമ്മളൊരു കൂട്ടം കുരങ്ങന്മാരെ പല സ്ഥലങ്ങളിലും ഒരു ഒക്യുപ്പൈ ചെയ്യുന്നു. അവർ തമ്മിൽ അടി നടക്കുന്നു, ആകെ പ്രശ്നം നടക്കുന്നു. അങ്ങനെ കോടതി പറഞ്ഞു ഇതുങ്ങളൊന്നും ഇവിടെ ജീവിച്ചാൽ പോരാ, ഇതുങ്ങളെല്ലാം കാട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന്. അങ്ങനെ നമ്മൾ 13,000 കുരങ്ങന്മാരെ നമ്മൾ കാട്ടിൽ കൊണ്ട് വിട്ടു. കാട്ടിൽ കൊണ്ട് വിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരങ്ങന്മാരെല്ലാം തിരിച്ചു വന്ന് ഇതെല്ലാം ചാവാനും തുടങ്ങി. ചത്ത് ഞാൻ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കുമ്പോൾ കൈസനോ ഫോറസ്റ്റ് ഡിസീസിന്റെ, അതായത് ഈ അസുഖത്തിന്റെ, ഇതൊരു വൈറസ് അസുഖമാണ് കേട്ടോ, അതിന്റെ യഥാർത്ഥ ലക്ഷണങ്ങളാണ്. അത് മനുഷ്യന് ഭയങ്കര അപകടമാണ്. അപ്പം അവിടുന്ന് നമ്മൾ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പം തന്നെ നമ്മൾ PCR എന്ന് പറയും, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതായത് വൈറസിന്റെ DNA ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ കണ്ടെത്തുക എന്നുള്ളത്. അത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കൃത്യമായിട്ടും KFD, കൈസനോ ഫോറസ്റ്റ് ഡിസീസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ അപ്പോൾ റിസൾട്ടൊക്കെ നമ്മൾ സീക്വൻസ് ചെയ്യും, അതായത് വൈറസിന്റെ ഇത് നമ്മൾ സീക്വൻസ് ചെയ്യും. അതായത് അറിയാലോ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗുവാനിൻ, ഇങ്ങനെയുള്ള ഒരു ഇതാണ് ബേസസ് ആണ് ഇതിലുണ്ടാവുക. അത് നോക്കിയിട്ട് അതിനെ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പറയും. അതിനെ നമ്മളെ സെർവറിലിട്ട് നമ്മൾ നോക്കിയിട്ട് ഇതിനായിട്ട് ഏതൊക്കെ ബന്ധമുണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ KFD, കൈസനോ ഫോറസ്റ്റ് ഡിസീസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിച്ചു. പക്ഷെ 23 ദിവസമായപ്പോഴേക്ക് ആദ്യത്തെ മനുഷ്യനിൽ കേസ് കിട്ടി. ഓക്കെ, 150 പേര് ഇൻഫെക്റ്റഡ് ആയി. 150 പേര്. ഇപ്പോഴത്തേക്ക് ഇതൊരു ടിക്കാണ്, അതായത് ഒരു നമ്മൾ ഉണ്ണി എന്നൊക്കെ പറയില്ലേ, ഇതാണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുരങ്ങന്മാരിന്ന് മനുഷ്യരിലേക്ക്. അപ്പം 150 പേരോളം ഇൻഫെക്റ്റഡ് ആയി, 15 പേര് മരിച്ചു, മനുഷ്യന്മാർ. അതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഈ ടിക് ബോൺ, അതായത് ഈ ഉണ്ണി കൂടെ വന്നിട്ട് കുരങ്ങനിൽ നിന്ന് മനുഷ്യനിലേക്ക് വരിക, ആ ഇന്റർഫേസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ടിപ്പിക്കലായിട്ട് വരുന്ന. ഇതെന്ന് പറഞ്ഞാൽ ഈ വൈറസ് കാടിന്റെ പല ഭാഗങ്ങളിലുണ്ട്.
ഇതിനെ നമ്മൾ നിഷ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വൈറസിന് അതിൻ്റെതായി, അതൊരു വവ്വാലായിരിക്കാം, ഇതിൻ്റെ കേസിൽ, ഇതിൻ്റെ നമ്മളെ ഇതിൽ എബോളയുടെ കേസിലാണെങ്കിലും വവ്വാലായിരിക്കാം. പലതിനും പല നിഷ് എന്ന് പറയുന്ന ചില പോയിന്റുകൾ, കാട്ടിൻ്റെ ഉള്ളിലെ ചില പോയിന്റുകളിൽ ചില ആനിമൽസിന്റെ കൂടെയായിരിക്കും ഇത് വളരും. ഇതിന് കോഎവല്യൂഷൻ എന്ന് പറയാം. ഞാനത് കോംപ്ലിക്കേറ്റ് ആക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ആ വൈറസും ആ മൃഗവും ഒരുമിച്ച് വളർന്നു വരികയാണ്, മീൻസ് പരിണമിച്ചു വരികയാണ്. ആ പരിണാമത്തിന്റെ ഭാഗത്തുനിന്ന് അവിടുന്ന് തെറിച്ചു വരുന്ന വൈറസുകളായാലും ബാക്ടീരിയ ആയാലും മനുഷ്യനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് സ്പിൽ ഓവർ. ഈ സ്പിൽ ഓവർ കണ്ടീഷനാണ് നമ്മൾ കൈസനോഫോറസിസ് കണ്ടത്, നമ്മൾ എബോളയിൽ കണ്ടത്, നമ്മൾ നീപ്പയിൽ കണ്ടത്. ഓക്കെ, അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഈ വൈൽഡ് ലൈഫും മനുഷ്യനും തമ്മിലുള്ള ഇന്റർഫേസിൽ ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മൾ ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഫോട്ടോഗ്രാഫാണ്. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പല റീസൺസ് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയുന്നു ചുമ്മാ ആന ഇറങ്ങുകയാണ്, നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെയല്ല ഇത്. ഇതിന് പല 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 കാരണങ്ങളുണ്ട്. ഇതിൽ ഒരു കാരണത്തിന് നമ്മൾ പറയും എഡ്ജ് എഫക്റ്റ് എന്ന് പറയും. എഡ്ജ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലുള്ള ടേബിൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ അറ്റം, അതാണ് എഡ്ജ്. ഓക്കെ, എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ആ മേശത്തിരിക്കുന്ന ആ സ്ഥലം. ആ എഡ്ജിൽ നമ്മൾ കാട് നോക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഏറ്റവും കുറവ് മൃഗങ്ങളുള്ള എവിടെയാണെന്നറിയോ? എവർഗ്രീൻ ഫോറസ്റ്റിലാണ്. ഓക്കെ, നിങ്ങൾ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി മൃഗങ്ങളെ കാണാൻ പറ്റും. ചിലപ്പോൾ കടുവ വരെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ തേക്കടി പോയി കഴിഞ്ഞാൽ അത്രയും മൃഗങ്ങളെ കാണാൻ പറ്റില്ല, കാരണം അത് എവർഗ്രീൻ ആണ്. സോ ഈ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ എഡ്ജിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടുപ്രദേശമായി, കൃഷിസ്ഥലമായി, അവിടെ ഭയങ്കരമായിട്ട് നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതാണ്. കാട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്നില്ല, വളരെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടിനകത്ത് ഓരോ മരങ്ങളും ഓരോ ചെടിയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, കോപ്പറേഷൻ നടക്കുന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചപ്പാടുണ്ട് കേട്ടോ. വേരുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. വേരുകൾ തമ്മിൽ അന്യോന്യം ഇവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ രഹസ്യം ചെലവിടുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതേ സമയത്ത് ഈ എഡ്ജിലേക്ക് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃഷിയിടമായി, അവിടെ എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമാണ്. അവിടെ ഈ കാട്ടിൽ നിന്ന് വളർന്നു വരുന്ന എല്ലാം മറ്റേ എന്താ പറയുക, മാനൂറും വളങ്ങളും എല്ലാം അവിടേക്ക് വന്ന് അവിടെ താമസിക്കാൻ താല്പര്യമുള്ള ചില മൃഗങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ എഡ്ജ് സ്പീഷീസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ എഡ്ജ് സ്പീഷീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ആണ്. എലഫന്റ് ഒരു എഡ്ജ് സ്പീഷീസ് ആണ്. ഓക്കെ, പല സ്പീഷീസ്, മാനുകൾ എഡ്ജ് സ്പീഷീസ് ആണ്. ഇത് കാടിന്റെ സൈഡിലേക്ക് വരികയും ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയും അവിടെ അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ഇതാണ്, ഒരു മൃഗത്തിന്റെ സ്വഭാവമാണ്. ഓക്കെ, അത് കോൺഫ്ലിക്റ്റ് ചെയ്തിരിക്കും. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട കാര്യം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാടുകളിൽ നമ്മൾ ഉണ്ടാക്കിയ വ്യത്യാസം. ഇപ്പം ഏറ്റവും ഇടതുവശത്തുള്ള മുകളിൽ ഇപ്പം വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് തന്നെ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മോഡലായിട്ട് പറയാം കേട്ടോ, 120ഓളം വയലുകളുണ്ട്. വയനാട് എന്ന് പറഞ്ഞാൽ വയൽ നാടായിട്ടാണ് പലപ്പോഴും പറയപ്പെടുന്നത്. ഈ വയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളുടെ ഇടയ്ക്ക് വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളാണ് വയലുകൾ. ഈ 120 മിക്കതും കയ്യേറിയിട്ട്, അതായത് 1920 ഗ്രോമോർ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൃഷിക്ക് കൊടുത്തിരിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞ സാധനം പലപ്പോഴും കാട്ടിൽ കിട്ടാറില്ല. ഇതെല്ലാം ആനിമൽസ് എല്ലാം ഈ കുന്നുംപുറത്ത് നിൽക്കുകയാണ്, അവിടെ ഒന്നുമില്ല കഴിക്കാൻ. ശരിക്കും തന്നെ ഭക്ഷണം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വയലുകളുടെ സൈഡിലായിട്ടാണ്. ഈ വയലുകളുടെ എക്കോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വയലുകളും നമ്മൾ റിക്കവർ ചെയ്തിട്ട്, അതായത് അവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് അത് പട്ടയം കൊടുത്തിട്ടില്ല, അവർക്ക് ലീസ് കൊടുത്തായിരുന്നു. ലീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. നമ്മളല്ല, ബ്രിട്ടീഷേഴ്സാണ് തുടങ്ങിയത്. അവരെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ കാടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എക്കോളജിക്കലായിട്ടുള്ള പല സ്ഥലങ്ങളും ഇവർ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. 2, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. കാട്ടുതീ എന്താ സംഭവിക്കുന്നത് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. കാട്ടുതീ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് വേനൽക്കാലത്ത്. പലപ്പോഴും അത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കത്തിക്കുന്നത് പറഞ്ഞാൽ പലപ്പോഴും കൃഷിക്കാർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഇവിടുന്ന് ചാരമെല്ലാം ഇവരുടെ സ്ഥലങ്ങളിലേക്ക് വരും. അത് ഭയങ്കര ഫെർട്ടൈലാണ്, ഭയങ്കര കൃഷിയായിട്ട് നല്ല രീതിയിൽ പോകും.
ഈ കാട്ടുതീ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പം ഒരു നല്ല ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, നല്ലൊരു ഒന്നാന്തരം കാട്, കാട്ടുതീ വന്നു കഴിഞ്ഞാൽ ആ കാട് കംപ്ലീറ്റ് നശിച്ചുപോയി. അവിടെ ചില മരങ്ങൾ നിലനിൽക്കും. ഓക്കെ, ചില സ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ ലെൻഡാന ക്യാമറ എന്ന് പറയുന്ന നമ്മുടെ അരിപ്പൂച്ചെടിയുടെ വേരുകളൊക്കെ താഴെ നിൽക്കും. അരിപ്പൂച്ചെടി അറിയാലോ, ഇത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്, നമ്മളിവിടുത്തെ ചെടിയേ അല്ല. ഇതിന്റെ വേരുകൾ എന്ത് കാട്ടുതീ വന്നാലും അത് പോകില്ല, അത് മുളയ്ക്കും. 1 കാട്ടുതീ കഴിഞ്ഞു, 2 കാട്ടുതീ കഴിഞ്ഞു, ഫോറസ്റ്റ് കംപ്ലീറ്റ് അരിപ്പൂ കാടായിട്ട് മാറി. ഓക്കെ, ഏലിയൻ പ്ലാന്റ്സ് നമ്മൾ പറയും, അതായത് നമുക്ക് പരിചയമില്ലാത്ത സംഭവം. 3 നമ്മൾ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴികൾ ഉണ്ടാക്കി, റോഡ് ഉണ്ടാക്കി, കാടിനെല്ലാം ചെറിയ 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 കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റി. അതിനുകൊണ്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒരുപാടാണ് എക്കോളജിക്കലായിട്ട്. 4 നമ്മളുടെ കൃഷി രീതികൾ. ഫോർ എക്സാമ്പിൾ പശുക്കൾ, ഇപ്പോൾ അറൗണ്ട് 8,000-9,000 പശുക്കൾ വയനാട് വലിയ സാഞ്ചുറിക്കകത്ത് തന്നെ ഉണ്ട്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ എക്കോളജി തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പശുക്കൾ പാടില്ല എന്നുണ്ട്, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ട്രൈബൽ ആൾക്കാരുടെ പശുക്കളാണ്. പലപ്പോഴും അവരതിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് പോലുമല്ല, പാലിന് വേണ്ടിയിട്ട് പോലുമല്ല, അവരിത് ഉപയോഗിക്കുന്നത് ചാണകം വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലോഡ് കണക്കിന് ചാണകമാണ് ഓരോ വർഷവും പോകുന്നത്. അതിനെ കാടിനെ മറ്റേ ഇതാക്കി മാറ്റുകയാണ്, ചാണകമാക്കി മാറ്റി വിൽക്കുന്ന ഒരു രീതിയിലേക്ക്. അങ്ങനെ നമ്മളിതിനെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ഡിഗ്രഡേഷൻ പറയും. നമ്മളുടെ ആവാസ വ്യവസ്ഥ തകരുക. ഓക്കെ, അത് വേറെ രീതിയിലും ആവാം, മനുഷ്യന്മാർ കൊണ്ടും ആവാം. ഇപ്പൊ താഴെ നിൽക്കുന്ന ഫോട്ടോ, അതായത് യൂക്കാലിപ്റ്റസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 58 എന്ന് പറഞ്ഞാൽ യൂക്കാലിപ്റ്റസ് വ്യാപകമായിട്ട് നട്ടുപിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിർളയുടെ കമ്പനിയിൽ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് തന്നെ അതിന്റെ മുകളിലെ ഫോട്ടോ ആണ് നമ്മൾ സെന്ന സ്പെക്ടാബുലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു യൂണിവേഴ്സിറ്റി പ്ലാൻ. ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വയനാട് വലിയ അങ്ങോട്ട് കയറി. ഇത് സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ്. ഈ ചെടി ഒരെണ്ണത്തിനും കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പോയിസൺ ആണ്, അതിന് മുകളിൽ ടോക്സിക് എലമെന്റ്സ് ഉണ്ട്. ഒരു മൃഗങ്ങൾ പോലും ഇത് കഴിക്കത്തില്ല. ഇതിങ്ങനെ വ്യാപകമായിട്ട് കാട് കയ്യേറി ബാക്കി മരം ഇതിന്റെ ചോട്ടിലൊന്നും വളരത്തൂല്ല, ഒരു സാധനം വളരില്ല. അങ്ങനെ വ്യാപകമായി കയ്യേറി അതിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് ഫോറസ്റ്റ്. അപ്പം 40% വയനാട് വൈൽഡ് സാങ്ച്വറിയുടെ ഫോറസ്റ്റ് ഈ സെന്ന സ്പെക്ടാബുലിസ് എന്ന് പറഞ്ഞ ഇൻവേസീവ് പ്ലാന്റ്സിനാണ് നമ്മളതിന് പറയാം. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വന്നിട്ട് കയറുന്നത്. അതേസമയത്ത് നാച്ചുറൽ ആയിട്ട് ഇപ്പൊ റൈറ്റ് സൈഡില്ല സംഭവം. ഇതിപ്പോ ഒരു 10 വർഷം മുമ്പ് വയനാട് ഒരു ഭയങ്കര ബ്ലൂം ഉണ്ടായി. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഈ മുള അറിയാലോ, 12 വർഷത്തിനുള്ളിൽ ഒരിക്കലും പൂക്ക എല്ലാം കൂടി ഒരുമിച്ച് പൂത്ത് എല്ലാം കരിഞ്ഞു പോകും. പിന്നെ പുതിയ തൈകൾ വളർന്നു വരണം. അപ്പോഴത്തേക്ക് ഒരുപാട് കാലം എടുക്കും, 10-12 വർഷം എടുക്കും. അപ്പോഴത്തേക്കും വ്യാപകമായിട്ടുള്ള ആനയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുള. അപ്പോൾ അത് പോകുന്നതോടെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇതായിട്ട് ചെയ്യും. അപ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കാം, നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ രീതിയിലും ഇത് സംഭവിക്കാം. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷികളിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ ഇടതുവശത്തുള്ള ഫോട്ടോ കാണുക, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നട്ടിരിക്കുന്നതെന്നറിയോ, എള്ളാണ്. ഓക്കെ, ആന പോയിരിക്കുന്നത് കാണാലോ, നെല്ലിൻ്റെ ഇടയിൽ കൂടെ ആന പോയിരിക്കുകയാണ്. എള്ള് ഒന്നും ചെയ്തിട്ടില്ല. തനതായ കൃഷിവർഗങ്ങൾ പലപ്പോഴും ഉപേക്ഷിക്കുകയും നമ്മൾ പണം കിട്ടുന്ന പോലുള്ള ക്യാഷ് ക്രോപ്സ്, ഇപ്പോൾ റൈറ്റ്സ് വലതുവശത്ത് കാണുന്ന വാഴ പോലുള്ള സാധനങ്ങൾ വെക്കുകയും പെട്ടെന്ന് പണം കിട്ടും, ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പണം കിട്ടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് മാറുമ്പോൾ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ വളരെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ വരവ് കൂടുകയും ചെയ്യും. അപ്പം ഈ നമ്മളെ കൃഷിയിൽ വരുന്ന നമ്മളുടെ മാറ്റം പലപ്പോഴും നമ്മളുടെ ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, മനുഷ്യ വന്യജീവി സംഘർഷം കൂടുന്നതിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും ആൾക്കാർ പറയും ആനകളെല്ലാം മനുഷ്യനായിട്ടും ഇതുണ്ടാക്കും. ഒരിക്കലുമില്ല, ചില ആനകൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിലൊക്കെ പറയുകയാണെങ്കിൽ, കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ, അത് ഉദാഹരണമായിട്ട് ഒരു 8 ആനയേ ഉള്ളൂ കോൺഫ്ലിക്റ്റ് ആകും. അവിടെ ഈ മിക്കതും കൊമ്പന്മാരായിരിക്കും, 99% കൊമ്പന്മാരായിരിക്കും. കൂട്ടം കോൺഫ്ലിക്റ്റ്, അതായത് ഈ മനുഷ്യനുമായിട്ട് ഇടപെടുന്നത് വളരെ കുറവാണ്. അത് ഇടപെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പലപ്പോഴും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുമ്പോഴാണ്
ഈ കൂട്ടത്തിന് എന്താ പറയാ ഈ മനുഷ്യനായിട്ടുള്ള സമ്പർക്കം കൂടാനുള്ള സാധ്യത. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൊമ്പന്മാർ ഇപ്പൊ വലതുവശത്തുള്ള ഒരു കൊമ്പനാണ്. ഓക്കെ, ഇതിന്റെ പേര് മണിയൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. ഭയങ്കര രസകരമാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഈ വലിയൊരു കൊമ്പൻ, വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ള. പക്ഷെ ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരുളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിന്റെ അടുത്താണ് നിൽക്കുക. ഒരു ഇല പോലും പൊട്ടിക്കത്തില്ല. അത് മനുഷ്യന്റെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കൃഷി പോലും അത് ഒന്നും ചെയ്യത്തില്ല. അതേസമയം ഇടത്ത് വശത്ത് നിൽക്കുന്ന കൂട്ടത്തിനെ നിങ്ങൾ കണ്ടോ, 4 കൊമ്പന്മാരാണുള്ളത്. ഓക്കെ, അതിൽ ഏറ്റവും എൻഡിൽ നിൽക്കുന്ന കൊമ്പനാണ്. അപ്പോൾ ഇത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പുതിയൊരു സ്വഭാവം ആർജിക്കുകയാണ്. വലിയ വലിയ കൊമ്പന്മാർ സാധാരണ ഇവർ തമ്മിൽ സാധാരണ ഇടിക്കുകയാണ് ചെയ്യുക, ഫൈറ്റ് ചെയ്ത് കൊല്ലും. പക്ഷേ ഇവർ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോപ്പറേറ്റ് ചെയ്യാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊമ്പനാന കൃഷി ദിനം ഞാൻ പറഞ്ഞില്ല 99% കൊമ്പന്മാരായിരിക്കും. അതായത് കൊമ്പന്മാരല്ല, ആണാനകളായിരിക്കും. അത് മുഴയുണ്ടാവും, കൊമ്പനും ഉണ്ടാവും. ഇത് വന്ന് മറ്റേ നാട്ടിൽ കയറി കഴിഞ്ഞാൽ അപ്പം കൃഷിക്കാർ പന്തം കത്തിക്കും, ചിലപ്പം ഷൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് റിസ്ക്കാണ് ഒരാൾക്ക്. അതേ സമയത്ത് 4 ആനകൾ കൂടി 4 സൈഡിൽ നിന്ന് വന്നാൽ എന്താവും, കൃഷിക്കാരനാകെ ബുദ്ധിമുട്ടും. ആ സമയത്ത് ഇതാണ് ഇവിടെ നടക്കുന്ന പുതിയ രീതിയിലുള്ള കാര്യം. ഭയങ്കര രസകരമാണ്. ഇതിൽ ആ നടുക്ക് നിൽക്കുന്ന ആ വലിയ കൊമ്പനെയാണ് ഞങ്ങൾ ഇത് ഒരുപാട് കാലം ഞങ്ങൾ റേഡിയോ കോളർ ചെയ്തു. അറിയാലോ, റേഡിയോ കോളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കഴുത്തിലൊരു മയക്കോടി വെച്ചിട്ട് കഴുത്തിലൊരു കോളർ വെക്കും. അത് സാറ്റലൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യും. നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയ സമയത്താണ് ഇയാളാണ് ഇതിന്റെ കിങ് ലീഡർ. അതായത് ഇയാളാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അങ്ങനെ 2016 സമയത്ത് നമ്മൾ അതിനെ പിടിക്കേണ്ടി വന്നു. 17 സമയത്ത് നമ്മൾ പിടിക്കേണ്ടി വന്നു. പിടിച്ച് കൂട്ടുകയറ്റിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 3 കൊമ്പന്മാരും ഈ ആനയുടെ അടുത്ത് വരും. ഇത് കൂട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രാൾ എന്ന് പറയും, KRAAL. ആനയെ മെരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഒരു വലിയ നമ്മൾ യൂക്കാലിപ്റ്റസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കൂടാണ്. അപ്പോൾ ഈ കൂട്ടിലത് വെച്ചു. ബാക്കിയെല്ലാം 3 എണ്ണവും വന്നു. ഈ ആന എന്ത് ചെയ്യുന്നറിയോ, ഇതിന്റെ കൂട്ടിലുള്ള ഭക്ഷണം എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന പുല്ലില്ലേ അതെടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് 3 മാസത്തോളം ഇത് നടന്നു. പക്ഷേ ഈ ആനയെ പിടിച്ചോടെ ബാക്കി അവിടുത്തെ വലിയൊരു ഏരിയ ആണ്. അതായത് സുൽത്താൻ ബത്തേരിക്ക് അല്ല മുത്തങ്ങയ്ക്ക് അടുത്തുള്ള വലിയൊരു വയലാണ്. ആ വയൽ കംപ്ലീറ്റ് വർഷങ്ങളായിട്ട് വരാണ്. ഒരാൾക്കും കൃഷി ഇറക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിന്ന് നമ്മൾ ഈ ആനയെ മാറ്റിയതോടെ അവിടെ വേറെ പ്രശ്നം. ഈ 3 ആനയും പിരിഞ്ഞുപോയി. അവർ സെപ്പറേറ്റ് ചെയ്ത് പോയി. ഈ ബുള്ള് ഇപ്പം നമ്മളെ കയ്യിലുണ്ട്. ഏറ്റവും നല്ല കുങ്കിയാനയായിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട്. ഭരത് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. വെച്ചാൽ ആനകൾക്ക് വ്യക്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളുള്ള ആനകൾ അങ്ങനെ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. അപ്പൊ ഇപ്പുറത്ത് ഞാൻ വലതുവശത്ത് കാണിച്ച മണിയൻ എന്ന് പറഞ്ഞ ആന ഒരു കാരണവശാലും അത് മനുഷ്യനെ കോൺഫ്ലിക്റ്റ് ചെയ്യത്തില്ല. അത് മനുഷ്യന്റെ കൂടെ നിൽക്കത്തേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ അത് അവിടെ കൃഷി നശിപ്പിക്കില്ല, ഒന്നും ചെയ്യത്തില്ല. ആ ആന അതിനുശേഷം ഭയങ്കര രസകരമാണ്. ഇത് മതം പൊട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ അപ് ടു കർണാടക ആ സൈഡിൽ വരെ പോകും. തിരിച്ചു വന്ന് കുത്തും കൊണ്ടാണ്. എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മായ്ക്കോട് വെച്ചൊരു കാട്ടാന ഇതായിരിക്കും. 8-9 തവണ അങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം ഓരോ തവണ വരുമ്പോഴും ഇത് കുത്തേറ്റിട്ടാണ് വരിക. അതിന് ചികിത്സിക്കുകയായിരുന്നു എൻ്റെ പരിപാടി. ലാസ്റ്റ് അത് മരിച്ചതും അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് സ്വഭാവം, അതായത് ഇപ്പം മനുഷ്യരിലുള്ളവർക്ക് പോലെ ഇപ്പം എൻ്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, വേറൊരാൾക്കുള്ളത് വേറെ സ്വഭാവമായിരിക്കില്ല. കൃത്യമായിട്ട് ഇതിനെ നമ്മൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. അതായത് അവർക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മിക്ക കോൺഫ്ലിക്റ്റ് ആനിമലും, അതായത് മനുഷ്യനും വന്യജീവിയായിട്ട് സംഘർഷമുണ്ടാകുന്ന ആനകളും 40 വയസ്സിനപ്പുറത്തേക്ക് പോവില്ല. അതിനു മുമ്പ് അത് കൊല്ലപ്പെട്ടിരിക്കും. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ കുത്തിയിട്ടോ ഇത് കൊല്ലപ്പെട്ടിരിക്കും. അല്ലെങ്കിൽ വെടിവെച്ചിട്ടോ ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടോ വിഷം വെച്ചിട്ടോ കൊല്ലപ്പെടുമായിരിക്കും. ഇത് ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയും. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ പുതിയൊരു പേപ്പർ വന്നിട്ടുണ്ട്, 50 വയസ്സാവും ഒരു ആന അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണേ. കൊമ്പനാനയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, അപ്പം ആ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഇതിൻ്റെ ശരീരം വളർത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ അതുതന്നെ ഒരു 20 വയസ്സുള്ള ആന ഇത് നേരെ മനുഷ്യ വന്യജീവി സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് ശരീരം വളർത്താൻ പറ്റും. പെട്ടെന്ന് തന്നെ അതിന് ഇണയെ കണ്ടെത്താൻ പറ്റും, അതിനെ മെയ്റ്റ് ചെയ്യാൻ പറ്റും, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. അതായത് 50 വയസ്സിൻ്റെ ഉള്ളിൽ ഒരാൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ 40-45 വയസ്സിനുള്ളിൽ ചെയ്യുന്ന കാര്യം 20-25 ആകുമ്പോഴേക്ക് ഇയാൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു അഡാപ്റ്റേഷനാണ്.
ഇതൊരു ഒരു സ്വഭാവമാണ്, ഇതൊരു ആർജിക്കുന്ന സ്വഭാവമാണ്. ഈ ആനകളെല്ലാം 40 വയസ്സാകുമ്പോഴേക്ക് വിഷം വെച്ചിട്ടോ വെട്ടിവെച്ചിട്ടോ ചാവുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിലെ ഏറ്റവും വലിയ ഐറണി. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ടോളറൻസ്, അതായത് നമ്മൾ മൃഗങ്ങളുമായിട്ടുള്ള സംസർഗത്തിൽ നമുക്ക് വരുന്ന ആർജിച്ചിട്ടുള്ള ഇത് നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബീഹാറിൽ വെച്ചുള്ള എടുത്തൊരു ഫോട്ടോ ആണ്. ഒരു ആനയെ വിഷം വെച്ച് കൊന്നതാണ്. ബിൻ ലാദൻ എന്നാണ് അതിൻ്റെ പേരിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ആനിമലാണ്. പണ്ടൊക്കെ ആൾക്കാരെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ കുടിയേറ്റത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഒരുവിധം കൃഷി 50% കൃഷി നശിച്ചു പോകുന്നു. രണ്ടാമതും മൂന്നാമതും ജനറേഷനൊക്കെ ആകുമ്പോഴേക്ക് അവർ ചോദിക്കുകയാണ്, നിങ്ങളെ കാട് നിങ്ങളെ സൈഡിൽ, നിങ്ങളാണ് നിങ്ങളെ വശത്ത്, എൻ്റെ മുകളിൽ കയറാൻ വരരുത്. ഇങ്ങനെയുള്ള ഇതിൻ്റെ മുകളിൽ മനുഷ്യൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സഹനത കുറഞ്ഞു വരികയും പലപ്പോഴും ഇത് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നു ഞാൻ പറഞ്ഞത്. 2012 ഇത് സംഭവിക്കുന്നത്. ഒരു കടുവ ഇവർ കർണാടക ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് നമ്മളെ ബോർഡറിൽ കൊണ്ടുവിട്ടു. അതൊരു ഭയങ്കര മനുഷ്യനെ മറ്റേ പശുവിനെ തിന്നുന്നൊരു മൃഗമായിരുന്നു. അങ്ങനെ ഇത് വന്നു, അവിടെ വലിയ പ്രശ്നമായി. തോൽപ്പെട്ടിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ മയക്കോട് വെച്ച് പിടിച്ചു പക്ഷെ അന്ന് നമുക്ക് അത്ര വലിയൊരു സെൻസിൽ നമ്മളതിനെ കാട്ടിൽ തന്നെ തുറന്നു വിടാൻ വേണ്ടി തീരുമാനിച്ചു. തുറന്നു വിട്ടു. ഒരാഴ്ചക്കുള്ളിൽ അത് സുൽത്താൻ ബത്തേരി ടൗണിൽ ഇറങ്ങി. അങ്ങനെയാണ് ഈ പ്രതിഷേധമെല്ലാം കാണുന്നത്. ഒരു ദിവസം തന്നെ 3-4 പശുക്കളെയും ആടുകളെയും ഇത് കൊല്ലും. അങ്ങനെ ഒരു വലിയ പ്രശ്നമായി മാറി. ലാസ്റ്റ് ഞാൻ മയക്കോടി വെക്കുന്നതിനിടെ തന്നെ എൻ്റെ ഒരു സ്റ്റാഫിനെ അറ്റാക്ക് ചെയ്തു. അയാൾ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. അപ്പം ഒരു മനുഷ്യൻ്റെ നമ്മളുടെ ഒരു കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിന് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വന്യജീവി മനുഷ്യ സംഘർഷത്തിൻ്റെ വലിയൊരു കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ചേഞ്ചസ് ഇൻ ട്രഡീഷണൽ പ്രാക്ടീസ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അവരെ കൃഷി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് കെട്ടും, മച്ചാൻ കെട്ടും, ചെണ്ട കൊട്ടും, ഓടിക്കും. ഇതൊന്നും ഇപ്പോഴത്തെ പരിപാടിയിൽ ഇല്ല. ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ട് പഴയ മച്ചാനൊക്കെയാണ് ഇപ്പം വലിയ റിസോർട്ടുകളായിട്ട് മാറിയിട്ടുള്ളത്. വിളിച്ച് പറയുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ആന നിങ്ങളുടെ കയ്യിൽ, അത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ, അത് നിങ്ങൾ നോക്കിയേ പറ്റൂ, എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ട്രഡീഷണൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റീസും പലപ്പോഴും ഇന്ന് പുതിയ കർഷകർക്ക് ഇല്ലാത്തതും ഇതിന് വന്യജീവി മനുഷ്യ സംഘർഷത്തിന് കാരണമാകുന്നുണ്ട്. അപ്പം ഇതെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ആന ഇറങ്ങുന്നു, നമ്മൾ ആനയെ ഓടിക്കുന്നു, അതിനെ ചേസ് ചെയ്ത് വിടുന്നു, അങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് മനുഷ്യ വന്യജീവി സംഘർഷം ഒരു നാച്ചുറൽ കലാമിറ്റി എന്നുള്ള രീതിയിലേക്ക് കാണുകയും അതിനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് അപ്രോച്ചിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് എന്ന് പറയും. കാരണം അപ്പോൾ എനിക്കറിയാം ഇന്ന സ്ഥലത്ത്, ഇപ്പം വയനാട് വലിയ സാഹചര്യം തൊട്ടടുത്തുള്ള സ്ഥലത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, ഇന്ന ആനകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു രേഖയായിട്ടോ ഒരു വിസിബിൾ ആയിട്ടോ വരാൻ പോകുന്നില്ല. ഒരു മാനേജറിനോ അവർക്കത് കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് എന്ന് പറയുക. നമ്മൾ കൃത്യമായിട്ടും സ്പേഷ്യോ ടെമ്പറൽ എന്ന് പറയും, അതായത് കാലവും ആവാസ വ്യവസ്ഥയും കൂട്ടിക്കണക്കി നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു മാപ്പ് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ഈ കോൺഫ്ലിക്റ്റ് മാപ്പ് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്നത് എവിടെയാണ് യഥാർത്ഥ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ പറ്റുക. മറ്റത് പലപ്പോഴും കണ്ടെത്താൻ പറ്റാറില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് ഐഡിയ ഇന്ന സ്ഥലങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുണ്ട്, പക്ഷെ അത് എൻ്റെ മനസ്സിൽ നിൽക്കത്തേ ഉള്ളൂ. ഇതിന് പകരം നമ്മളൊരു വളരെ പിക്ചറൈസ് ചെയ്തിട്ട് ഒരു ചിത്രമായിട്ട് നമ്മൾ മുമ്പിൽ കൊണ്ടുവരിക. പിന്നെ ആ ആവാസ വ്യവസ്ഥ പഠിച്ചിട്ട് അവിടെ എന്ത് നടത്താൻ പറ്റും. പലതും പറ്റത്തില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാണിക്കാൻ പല മെത്തേഡ്സും, ചില വയലുകളിൽ നമുക്ക് മറ്റേ ഫെൻസിങ് പറ്റത്തില്ല, കാരണം കറണ്ട് നമ്മൾ ഇത് ചെയ്ത് പോകും. അപ്പം പ്രോപ്പർ മെത്തേഡ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം ഈ സ്ഥലങ്ങളെക്കുറിച്ചും ഈ കോൺഫ്ലിക്റ്റും പഠിച്ചതിന് ശേഷം പിന്നെ ടൈംലി ആൻഡ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, കൃത്യമായിട്ടുള്ള നമ്മളിതിനെ
പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യാന്നുള്ളത്. പിന്നെ അവസാനത്തെ സംഭവമാണ് ടൈംലി ആൻഡ് അഡക്വറ്റ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൃഷി നശിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഒരു 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 ഫിലോസഫിക്കൽ സംഭവമായിട്ട് തന്നെ പറയാം. അപ്പം നമുക്കെന്തിനാണ് കാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വെള്ളം കിട്ടുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. കാട്ടിനുള്ളിൽ വലിയ ഈ ഇല അടിഞ്ഞിട്ടുള്ള വലിയ ബെഡ്സ് ഉണ്ട്. അത് വെള്ളം സ്റ്റോർ ചെയ്യും. ഈ വെള്ളം ചെറിയ എന്താ പറയാ ഊർന്നൂർന്ന് വന്ന് അരുവികളായി പുഴയായി കടലിൽ വന്ന് ചേരുകയാണ്. അവിടെയാണ് നമ്മൾ ഡാമൊക്കെ ഉണ്ടാക്കുന്നതും കറണ്ട് ഉണ്ടാക്കുന്നതും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഈ കാട്ടിൻ്റെ സൈഡിൽ ജീവിക്കുന്നവരാണ് ഈ മൃഗങ്ങളുടെ എല്ലാം ഇതാവുന്നത്, ഇരയാവുന്നതും അവരതിൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. നഗരങ്ങളിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് സാമൂഹികമായിട്ടുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് അവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ നഷ്ടങ്ങൾ തീർക്കുക എന്നുള്ളത്. അത് നമ്മൾ കോമ്പൻസേഷൻ പണമായിട്ട് തന്നെ, ഒരു തെങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൃഷിയിടം നശിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കടുവ ഒരു പശുവിനെ പിടിച്ചു കഴിഞ്ഞാൽ, നമ്മളതിന് ടൈംലി ആയിട്ട് കൃത്യമായിട്ട് സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള അവരുടെ നഷ്ടം, അതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സിവിക് സെൻസാണ്. ഓക്കെ, അതായത് സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് പിന്നെ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, സമയവും കാലവും അനുസരിച്ചിട്ട് സ്ഥലവും അനുസരിച്ചിട്ട് വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ കൂടിയാണ് നമ്മൾ ചെയ്യുക. അതിനുശേഷം ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറയുന്നില്ല, ഇതാണ് ഒരു കോൺഫ്ലിക്റ്റ് മാപ്പ്. കാന നാഷണൽ പാർക്കിൽ ഉണ്ടാക്കിയ ഒരു കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് ആണ് കടുവയുടെ മുകളിൽ. ഈ ചുമന്ന രീതി കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയ. അപ്പോൾ ഈ മാപ്പ് ചെയ്ത ശേഷം നമുക്ക് കൃത്യമായിട്ട് അവിടെ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കാനും അവിടെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും നമുക്ക് ഇടപെടാനും നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. ആദ്യം ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുകളിൽ കാണുന്ന ഇടതുവശത്ത് കാണുന്ന അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫെൻസ് എന്ന് പറയും. അതായത് DC കറണ്ട് പൾസസ് ആയിട്ട് കൊടുക്കും. ആന തൊട്ട് കഴിഞ്ഞാൽ ആനയ്ക്ക് ഷോക്ക് അടിക്കും. ഷോക്ക് അടിക്കുമ്പം നമ്മൾ പാവ്ലോവ്സ് എക്സ്പെരിമെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമുക്കൊരു പട്ടി ഒരു പീസ് ഓഫ് ഫുഡ് കൊടുക്കുക, ബെല്ലടിക്കുക, ഫുഡ് കൊടുക്കുക, ബെല്ലടിക്കുക. കുറേ കാലം കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാണ്ട് ബെല്ലടിക്കുമ്പോൾ തന്നെ ആനയുടെ മറ്റേ പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരും. ഇതാണ് പാവ്ലോവ്സ് എക്സ്പെരിമെന്റ്. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഇത് ഓരോ തവണ ആന വന്ന് മുട്ടി ഷോക്ക് അടിക്കുമ്പോൾ ആന മാറിപ്പോവാണ് ചെയ്യുക. പക്ഷേ ഇതൊന്നും പലപ്പോഴും നമ്മളെ തിയറിയുടെ ഭാഗങ്ങളിൽ ആന അതിനെക്കാട്ടും ബ്രില്യൻ്റ് ആണ്. അവന് വളരെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പൊളിക്കാന്നറിയാം. ഒരു മരം തള്ളിയിട്ട് കഴിഞ്ഞാൽ അതിന് മുകളിൽ വീണ് കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, ഇല്ലെങ്കിൽ കൊമ്പുകൊണ്ട് മാത്രമായിട്ട് പൊട്ടിച്ചെടുക്കുന്ന ആനകളുണ്ട്. അങ്ങനെ നമുക്കൊരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു, അതായത് മൊത്തമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സംവിധാനമല്ല ഇലക്ട്രിക് ഫെൻസ്. പിന്നെ പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ DC കറണ്ടാണ്. നമ്മൾ വയലിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അത് എർത്ത് ചെയ്ത് പോകും. എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും. താഴെ കാട് വളർന്നു കഴിഞ്ഞാൽ അത് തട്ടിക്കഴിഞ്ഞാൽ എർത്ത് ചെയ്ത് പോകും. കൃത്യമായ മെയിൻ്റനൻസും അത് കൊണ്ടു നടക്കേണ്ടതും പരിപാലിക്കേണ്ടതും ആവശ്യമാണ്. ദെൻ വലതുവശത്തുള്ളതാണ് ട്രഞ്ചുകൾ എന്ന് പറയും. വലിയ നമ്മൾ കിടങ്ങുകൾ എടുത്തിട്ട് ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് മിക്ക ട്രഞ്ചുകളും പരാജയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്യുമ്പോഴും ഈ ട്രഞ്ചിലേക്ക് വെള്ളം നിറഞ്ഞ് മണ്ണിടിഞ്ഞ് ഈ ട്രഞ്ചുകളെല്ലാം ഉപയോഗശൂന്യമായിട്ട് പോവാണ്. പിന്നെ പല പല കൺട്രി ടൈപ്പ് ഉപയോഗിക്കും ആൾക്കാർ. പടക്കം വെക്കും, ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ വീണ് പൊട്ടുന്ന രീതിയിലുള്ള പടക്കം, വലതുവശത്തുള്ള സ്ലൈഡ്. അതേ സമയത്ത് ചില രീതികളിൽ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആഫ്രിക്കയിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് വലതുവശത്തുള്ള അപ്പുറ സൈഡിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ഫെൻസ് എന്ന് പറയും. ചില്ലി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് മുളക് ഭയങ്കര പേടിയാണ്, കൃത്യമായിട്ട് പേടിയാണ്. അപ്പോൾ അത് സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ തന്നെ ആനിമൽ മാറും. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത സംഭവമാണ് ചില്ലി ഫെൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഗ്രീസിനകത്ത് മുളക് പൊടി കലക്കിയിട്ട് നമ്മളിങ്ങനെ കയറിൻ്റെ മുകളിൽ വെച്ചിട്ട് തൂക്കി കഴിഞ്ഞാൽ ആന വരില്ല. പക്ഷെ നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേകിച്ച് ആനയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്താണ്. അപ്പോഴാണ് നമ്മളെ കൃഷിയെല്ലാം പൊങ്ങി വരിക. ആ സമയത്താണ് ഇത് ഇറങ്ങുക. അപ്പോൾ ഇത് മഴ പെയ്യുന്നതോടെ ഇതിൻ്റെ ഗുണം പോകും. അങ്ങനെ പല പ്രശ്നമുണ്ട്. ചെറിയ ചെറിയ വേറെയും പ്രശ്നമുണ്ട്. ഈ അഗേവ് എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന
ആ വലതുവശത്താണ് താഴെ കാണുന്നത്. അങ്ങനെ ചില ചെടികൾക്ക് ആനയെ പ്രതിരോധിക്കാറില്ല, നല്ല മുള്ളു പോലെയുള്ള സംഭവം ഉണ്ടാവും. പക്ഷെ അതും പലപ്പോഴും നമുക്ക് ഉപയോഗ ഉപയോഗപ്രദമാണ്. പക്ഷെ അതേസമയത്ത് ഈ അഗേവ് എന്നൊക്കെ പറഞ്ഞാൽ 12 വർഷം കഴിഞ്ഞാൽ അതിന് പൂത്തുപോയി കഴിഞ്ഞാൽ വീണ്ടും എക്സ്പോസ്ഡ് ആവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഏത് പ്രോബ്ലം ഉണ്ടാക്കിയാലും ഇതിന് ഒരു 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 പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും രസകരമായ എക്സാമ്പിളാണ് ഈ ഹണി ബീ ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹണി ബീ ഫെൻസ് എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് തേനീച്ചയെ ഭയങ്കര പേടിയാണ്. ഇതിന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് 100 വിടും. ഓക്കെ. അപ്പം സൗത്ത് ആഫ്രിക്കയിലെ എൻ്റെ ഒരു കൊളീഗാണ്, പുള്ളിക്കാരി കണ്ടത് ഈ പിന്നെ തേനീച്ചക്കൂടുകൾ ഇങ്ങനെ തൂക്കിയിടുക. തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആനകൾ വരും. രാത്രി വന്നു കഴിഞ്ഞാൽ, രാത്രിയോ പകലോ വന്നു കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ ഈ തേനീച്ചകൾ ഇളകും. തേനീച്ചകൾ ഇളകുമ്പോൾ ആന തിരിച്ചു പോകും. ഇതേ സെയിം സാധനം നമ്മൾ പ്രായോഗികമാക്കാൻ നോക്കി വയനാട്ടിൽ തന്നെ. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മളെ ആഫ്രിക്കയിലെ തേനീച്ചകളല്ല നമ്മളെ ഇന്ത്യയിലെ തേനീച്ചകൾ. അവന്മാരെന്ത് ചെയ്യും? രാത്രി അനങ്ങത്തില്ല, മിണ്ടാണ്ടിരിക്കും. ഓക്കെ. ആന വന്ന് തട്ടിയാലും ഒന്നും ഒരു ഇതില്ല. മറ്റേതാണ് ഇറങ്ങി കുത്തും, ഇല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കും. 2, ഈ തേനീച്ചകൾ കുറെ ഇത് നമ്മളിങ്ങനെ തൂക്കിയിട്ടപ്പോഴേക്ക് വേറൊരാൾ വന്നു, കരടി വന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, കരടി വരണ്ട, ആന വന്നാലും ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനത്തെ നമ്മൾ ഓരോ സൊല്യൂഷൻ നമ്മൾ കാണുമ്പോഴേക്കും ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അതിൻ്റെതായിട്ടുള്ള കാരണം ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആനിമലാണ്. അത് അതിൻ്റെതായിട്ടുള്ള വഴികൾ അത് കണ്ടെത്തുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഈ റേഡിയോ ടെലിമെട്രി എന്നൊക്കെ പറഞ്ഞ കാര്യം. അതായത് നമുക്ക് ആനയെ കോളർ ചെയ്യാം. ഇത് കോളേഡ് ആനിമലാണ്. ഇത് വെസ്റ്റ് ബംഗാൾ വെച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഈ കോളർ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമുക്കിതിനെ ഏർലി മോണിറ്റർ ചെയ്യാം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആൾക്കാരെ നമുക്ക് പ്രതിരോധിക്കാൻ പ്രാപ്തരാക്കാൻ നമുക്ക് പറ്റും. അപ്പം ഇതാണ് പ്രോബ്ലം ബേസ്ഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒറ്റയാണ് വരികയാണെങ്കിൽ, ഒറ്റയാണെന്നാണ് നമുക്ക് പറയാൻ പാടില്ല, മെയിൻലി കൊമ്പന്മാരാ വരിക. ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രീതിയിലായിരിക്കും. അധികവും നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിറ്ററൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് ചില്ലി ബോംബ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കും. RRT, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് ഉണ്ടാക്കിയ ടീമുണ്ട്. ഇവർ വന്ന് ഓടിക്കും. ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ടാക്കും. അതായത് നമ്മൾ കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ട്രഞ്ച് അങ്ങനത്തെ സാധനങ്ങൾ, ഫെൻസ് അതൊക്കെ നോക്കും. ഏർലി വാർണിംഗ് സിസ്റ്റം ഉപയോഗിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, റേഡിയോ കോളറിംഗ് പോലെ വെച്ചിട്ട് എപ്പോഴാണ് വരിക. പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കുങ്കി എലഫൻസ് ആണ്. കുങ്കി എലഫൻസ് എന്ന് പറഞ്ഞാൽ കാട്ടാനെ പിടിക്കാൻ പറ്റിയ നാട്ടാനയാണ് കുങ്കിയാന. സാധാരണ നാട്ടാനകൾക്ക് കാട്ടാനെ പിടിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും, അവർ തമ്മിൽ അടിയായിരിക്കും. ഈ ആനകൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ആനകളാണ്. അവർ ഇതിനെ ഓടിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ആന വന്ന് ഇങ്ങനെ തീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ, മറ്റേ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കുങ്കിയാനെ കൊണ്ട് അവിടെ നിർത്തും. അതിൻ്റെ ഗന്ധം കിട്ടുമ്പോൾ തന്നെ, മണം കിട്ടുമ്പോൾ തന്നെ ഈ കാട്ടാന കാട്ടിലേക്ക് പോകും. കാരണം അതിനറിയാം ഈ ആന എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഭയങ്കര ബോൾഡായിട്ടുള്ള, ഭയങ്കര ധൈര്യമുള്ള ആനയാണ്. അത് ഒഴിവാക്കി പോകുന്നു. ഇപ്പോൾ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ GPS സാറ്റലൈറ്റ് കോളറിങ് ആൻഡ് ഡിറ്റർമിൻഡ് ബിഹേവിയർ. അതായത് ചിലപ്പം നമ്മൾ ഈ ആന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽ എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു സ്വഭാവമായിട്ട് മനുഷ്യന്റെ സ്ഥലത്തേക്ക് വരികയും അവന്റെ വിള തിന്നുകയും ചെയ്യുന്ന സ്വഭാവമായിട്ട് എടുക്കുന്ന മൃഗങ്ങളെ, ആനകളെ നമ്മൾ ഇതുപോലത്തെ സാറ്റലൈറ്റ് കോളറിംഗ് എന്ന് പറയും. നമ്മൾ റേഡിയോ കോളർ ചെയ്യും, നമ്മളെ കയ്യിൽ കിട്ടും, അതിന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. അത് വളരെ ഉറപ്പാക്കി കഴിഞ്ഞാൽ മാത്രം, അതായത് ഹാബിച്വേറ്റഡ് സ്വഭാവമായിട്ട് മാറിയ ആനിമൽസ്, മൃഗങ്ങളെ നമ്മൾ പിടിക്കുകയാണ് ചെയ്യുക. പിന്നെ ചില കേസുകളിൽ നമ്മൾ കൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, ഞാൻ പറഞ്ഞ ക്രാൾ എന്ന് പറഞ്ഞ കൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ കുങ്കിയാക്കി മാറ്റും. ഓക്കെ. ഇതാണ് ബിഹേവിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന റേഡിയോ കോളറിംഗ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ തന്നെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ തവണയായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് കാണുന്നത് വലിയ വലിയ കൂട്ടം കൊമ്പന്മാർ. ഒരിക്കലും കൊമ്പന്മാർ അന്യോന്യം നിൽക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ പാലക്കാട് നിന്നാണ്. ഈ രണ്ടാമത് നടക്കുന്ന ആനയാണ് ധോണി എന്ന് പറഞ്ഞ ആന, നമ്മൾ പിടിച്ച ആന. ഇതെന്ന് പറഞ്ഞാൽ ഒരു വലിയ 12 എണ്ണം കൊമ്പന്മാരുടെ ഗ്രൂപ്പാണ് പാലക്കാട് വന്ന് ഇറങ്ങിയത്. പാലക്കാട് വന്ന് ഇറങ്ങി വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കാൻ തുടങ്ങി. 5-6 മരിച്ചു പോയി കേട്ടോ, ട്രെയിനൊക്കെ തട്ടി മരിച്ചുപോയി. 1-2 എണ്ണത്തിന് നമ്മൾ പിടിച്ചു. കാരണം തന്നെ കൃഷിക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത, ഇവരൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ഒരു ബോയ് സ്കൂൾ, എന്താ ആണുങ്ങൾ തമ്മിലുള്ള ഒരു വലിയ കൂട്ടമായിട്ട് മാറി.
പുതിയ 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 ബിഹേവിയർ, പുതിയ പുതിയ സ്വഭാവങ്ങളാണ് ആനകളിൽ ഉരുത്തിരിയുന്നത്. അതൊരു വലിയൊരു ഒരു ചലഞ്ചാണ്, വലിയൊരു പ്രശ്നമാണ്. ഇതിന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നില്ല. അപ്പൊ ഇതില് ഞങ്ങൾ ഈ എത്രയോ കാലത്ത് നമ്മൾ നോട്ടത്തിന് ശേഷമാണ് റേഡിയോ കോളർ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ ധോണി എന്ന് പറഞ്ഞ ആനയെ പിടിക്കുന്നത്. ധോണി എന്ന് പറഞ്ഞ ആനയെ പിടിച്ചപ്പോൾ അവിടുത്തെ കോൺഫ്ലിക്റ്റ് ഒരുവിധം മാറി, പ്രശ്നങ്ങൾ ഒരുവിധം മാറി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പുതുതായിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യമായിട്ടില്ല. പിന്നെയാണ് ഞാൻ പറഞ്ഞത് കൂട്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർഡ് എന്ന് പറയുന്നത്, അതായത് പിടിയാനകളായിരിക്കും ഉണ്ടാവുക. കൊമ്പനാനകൾ വല്ലപ്പോഴേ ഈ കൂട്ടത്തിന് കൂടെ വരാറുണ്ട്, പ്രത്യേകിച്ച് മെയ്റ്റിംഗ് സീസണിൽ. അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം പലപ്പോഴും വരികയാണ് ചെയ്യുക. അത് കൊമ്പനാനകൾ തമ്മിലിടിച്ച് നല്ല കഴിവുള്ള ആനയാണ് ഈ കൂട്ടത്തിൻ്റെ കൂടെ കഥ. ഈ കൂട്ടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ ആവാസ വ്യവസ്ഥ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മാറുന്നു. നമുക്ക് കേരളത്തിൽ 2-3 സ്ഥലങ്ങളിലെ ഈ പ്രശ്നം ഉണ്ടാവുക. പക്ഷെ അതേ സമയത്ത് അത് അങ്ങനെയൊന്നല്ല. വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ ആസാം പോലുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് കൂട്ടങ്ങൾ അങ്ങനെ കാട് ചെറിയ കഷ്ണങ്ങളായി മാറുകയാണ്. അപ്പോൾ ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, 150 കിലോ ഭക്ഷണം കിട്ടണം, വെള്ളം കുടിക്കണം ഒരുപാട്. അപ്പോൾ അതിന് അത്രയും റിസോഴ്സ് വേണം, അത്രയും അതിന് പ്രകൃതി കൊടുക്കുന്ന സാധനം വേണം. അതുകൊണ്ട് അത് ഒരുപാട് ഏരിയയിലേക്ക് നടക്കുന്ന അനുഭവം. അങ്ങനെ വരുമ്പോഴാണ് ഈ പലപ്പോഴും ഈ മുറിഞ്ഞ സ്ഥലങ്ങളിൽ വരുമ്പോൾ, ഈ ചെറിയ കഷ്ണമായ സ്ഥലങ്ങളിൽ വരുമ്പോൾ ആൾക്കാരുമായിട്ട് സംഘർഷം ഉണ്ടാക്കി. ഇതൊന്നുമല്ല, വെസ്റ്റ് ബംഗാളിലൊക്കെ 100-300 ആൾക്കാരാണ് ഒരു വർഷം മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടത്തിന്റെ പ്രശ്നം നമുക്കത് കാര്യമായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വെസ്റ്റേൺ ഘാട്ട് നമ്മൾ കണ്ടിന്യൂസ് ആണ്, അതായത് പറഞ്ഞാൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ വയനാടാണെങ്കിൽ 9,000 സ്ക്വയർ കിലോമീറ്ററുള്ള ഏരിയ ആണ് ആ ഏരിയ. തൊട്ടടുത്ത് മുതുമലൈ, ബന്ദിപ്പൂര്, നാഗർഹോളി കർണാടകയിൽ, അങ്ങനെ സത്യമംഗലം ഫോറസ്റ്റ് എല്ലാം നമ്മൾ വലിയൊരു ഏരിയ ആണ്. നീൽഗിരി ബയോസ്ഫിയർ അവിടെയൊന്നും അത്രയും കോൺഫ്ലിക്റ്റ് വരാറ്. അവിടെയൊക്കെ സിംഗിൾ ബുള്ളുകളാണ് പലപ്പോഴും കോൺഫ്ലിക്റ്റ് ചെയ്യുക. പക്ഷേ കാട് മുറിഞ്ഞു പോയിട്ടുള്ള ഇങ്ങനെ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് കൂട്ടമാണ്. ഇതിനെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നമ്മൾ കോറിഡോറുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് ഈ കാടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട്, അതായത് അത് തമ്മിൽ ആനയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത്, കാടുകൾ വെച്ച് പിടിപ്പിക്കുക, അവിടെ കോറിഡോറുകൾ ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാട്. ഓക്കെ, സോ ഇതാണ് പലപ്പോഴും പല ഇത് ഉപയോഗിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബുൾ ഗ്രൂപ്പ് ഫാമിലികൾ എന്ന് പറഞ്ഞാൽ നല്ല കെയർഫുൾ പ്ലാനിങ് വേണം. നമുക്ക് യഥാർത്ഥ പ്രശ്നം നമ്മളിതിനെ മനസ്സിലാക്കണം. അപ്പം ഇതിൻ്റെ ഈ യഥാർത്ഥ പ്രശ്നം മാത്രമല്ല, ഇത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിൻ്റെ യഥാർത്ഥ റൂട്ട് കോസ്, അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണ്, അതായത് കാട് ഇങ്ങനെ ചെറുതായി പോയതാണോ, ഇല്ലെങ്കിൽ ഇതൊരു ആർജിച്ച സ്വഭാവമായിട്ട് മാറ്റുന്നതാണോ, ഇല്ലെങ്കിൽ ഹേർഡ് ഗ്രൂപ്പാണ്. ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. എക്സ്പെർട്ട് ട്രാക്കേഴ്സ് വേണം നമുക്ക് റെക്കോർഡ് ഫോർ ചേസിങ് ഒരു ടീമിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അതിലുള്ള പ്ലാനിങ് നമ്മൾ നടത്തണം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഇതൊരു 2014 നമ്മൾ ചെയ്ത ഒരു ട്രാൻസ്ലൊക്കേഷനാണ്. ട്രാൻസ്ലൊക്കേഷൻ നമുക്ക് ഒരു ആനയെ, പ്രോബ്ലമാറ്റിക് ആനിമലിനെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റാം. പാരിക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളതിനെ മാറ്റി, പക്ഷെ തമിഴ്നാട്ടിലേക്ക് പോയി, അതവിടെ അഡാപ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2014 ചെയ്ത ഒരു വലിയൊരു മോഴയാനയായിരുന്നു. അതിൻ്റെ വയറ്റിൽ വലിയ ട്യൂമർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം, ഒരു ക്യാൻസർ ഗ്രോത്ത് പോലുള്ള. അപ്പോൾ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് നോക്കി, ഒരു നിവൃത്തി ഉണ്ടായില്ല. ഭയങ്കര പ്രശ്നക്കാരനായിട്ടുള്ള ആന 2-3 പേരെ മരണപ്പെട്ടു. അങ്ങനെ നമുക്ക് വേറെ നിവൃത്തി ഇല്ലാണ്ടായിട്ട് നമ്മൾ അതിനെ മയക്കൊടി വെച്ചു. നമ്മൾ ശിരുവാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി. എന്താണ്, പാലക്കാടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ശിരുവാണി. നിങ്ങൾ ചിലപ്പം കേട്ട് കാണും. ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ റിലീസ് ചെയ്തു. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഈ ഏരിയ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്മൾ വയനാട്ടിൽ നിന്ന് മാറ്റി 2.5 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ ആന നിന്നിരുന്നത്. അവിടെ നമ്മൾ ശിരുവാണിയിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ മയക്കൊടിയൊക്കെ വെച്ചു, ലോറിയിലൊക്കെ കയറ്റി. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ മയക്കൊടി വെച്ച ആനയെ നമ്മൾ നനയ്ക്കും, ലോറിയിൽ കയറ്റും. അങ്ങനെ കുങ്കി ആന ഉപയോഗിച്ച് നമ്മൾ ട്രക്കിലേക്ക് കയറ്റി, കാറൊക്കെ വെച്ച് ട്രക്കിലേക്ക് കയറ്റി, ട്രക്കിൽ കൊണ്ടുപോയിട്ട് 320 കിലോമീറ്റർ ദൂരെ നമ്മൾ കൊണ്ടുവിടുക. വിട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ആന വീണ്ടും പുറത്തിറങ്ങണം.
ഓക്കെ, പുറത്തിറങ്ങി വീണ്ടും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ശരിക്കും എന്താ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാലം ഇതെടുത്തിട്ട് ഇത് മാപ്പാണ് കേട്ടോ, അതായത് റേഡിയോ കോളർ വെച്ചിട്ടുള്ള മാപ്പാണ്. ഇത്രയും വ്യാപകമായിട്ട് അത് അവിടെ ഇറങ്ങി അവസാനം അതിൻ്റെ ട്യൂമർ പൊട്ടിയിട്ട് തന്നെയാണ് അത് മരിച്ചു പോവുകയും ചെയ്തത്. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നു, ഒരു പ്രശ്നത്തെ എടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുക ചെയ്യുന്നു. അപ്പോൾ പലപ്പോഴും അത് നമുക്ക് എളുപ്പമല്ല. പിന്നെയാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കുക എന്നുള്ളത്, അതായത് പിടിച്ച് കൂട്ടിലാക്കാൻ. ഒരുപാട് എന്താ പറയുക, പരിസ്ഥിതി പ്രവർത്തകർ തമ്മിൽ മൃഗസ്നേഹികൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ല ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-40 ആകുമ്പോഴേക്ക് ഇത് മരിച്ചു പോവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ലെവലിലാണ് കോൺഫ്ലിക്റ്റ്. പല കോൺഫ്ലിക്റ്റ് ആനിമൽസും ആനകളിൽ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഈ മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമുക്ക് മെറ്റൽ കിട്ടും, നമ്മൾ ബോഡി കൂടെ വെക്കാൻ പോലും പറ്റത്തില്ല. അത്രയും അത്രയും ഹൈ ലെവൽ ഓഫ് കോൺഫ്ലിക്റ്റിലാണ് ഇതുങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കടുവകളും പുലിയും തമ്മിലുള്ള പ്രശ്നമാണ്. കടുവകൾ വ്യാപകമായിട്ട് ഇറങ്ങുന്നുണ്ട്. ദെൻ പുലി പലപ്പോഴും നമ്മൾ നഗരങ്ങളിലാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹോം റേഞ്ച് എന്ന് പറഞ്ഞ സാധനം, ടൈഗർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ടൈഗറിനും അതിൻ്റെതായിട്ടുള്ള ഭക്ഷണം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വേണം. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്കിപ്പോൾ പ്രേ പ്രിഡേറ്റർ റേഷ്യോ, എത്ര ഇരകളുണ്ട് അവിടെ എന്നുള്ളത്, നമ്മളെ മനുഷ്യന്മാരുടെ ഇതും ടൂറിസം, ബുഷ് മീറ്റ്, കാറ്റിൽ ഗ്രീസിങ്, പശുവിനെ കൊണ്ടുവിടുക, ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ കടുവകളിൽ വ്യാപകമായി 2012 മുതലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൽ നമ്മൾ 126ഓളം കടുവകളുടെ കടുവ സംഘർഷം നമ്മൾ പഠിച്ചപ്പോൾ പലപ്പോഴും നമ്മളിതിനെ പല രീതിയിലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഹോം റേഞ്ച് സെർച്ച് എന്ന് പറയും. അതായത് ഒരു കടുവക്കുട്ടി ഉണ്ടായി ഒരു 2 വയസ്സായി കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള സ്ഥലം നോക്കിപ്പോകും. അപ്പോൾ പലപ്പോഴും അവിടെ ഉണ്ടാവുന്ന വലിയ വലിയ കടുവകളാണ് ഉണ്ടാവും. ആ കടുവകളായിട്ട് യുദ്ധം ഉണ്ടാവും. പലപ്പോഴും അതിനെ കൊന്ന് തിന്നുകയാണ് ചെയ്യുക. ഏത് ചെറിയ കുട്ടിയെ കൊന്ന് തിന്നുകയാണ് ചെയ്യുക, 2 വയസ്സുള്ള. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ചില കടുവകൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ, ഒരു 13-14 വയസ്സാൽ പലപ്പോഴും പല്ല് പോകും, അതിന് ഇര പിടിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ അന്യോന്യം ഫൈറ്റ് ഉണ്ടാവും. ഇതിൻ്റെ റേഞ്ച് കൂട്ടാൻ നോക്കുക, അന്യോന്യം ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റ് ഉണ്ടാകുമ്പോൾ ഇതിന് മുറിവ് പറ്റും, കൈയൊക്കെ കടിച്ച് പൊട്ടിക്കുക ചെയ്യുക. അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇര പിടിക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. പലപ്പോഴും അത് ഗ്രാമങ്ങളുടെ സൈഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇത് കോൺഫ്ലിക്റ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ തന്നെ സ്ട്രേയിങ് ആനിമൽസ് ആണ്. അതായത് ചില ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മിക്കവും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ശ്വാസകോശത്തിലൊക്കെ ഉള്ള പെരഗോണിമസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വിരകളുണ്ട്. അത് രോഗങ്ങൾ ഉണ്ടാക്കുകയും അത് ഇതിനെ പോവുകയും ചെയ്യും. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ മുന്നിൽ പെട്ടുപോകും. ഏത് നമ്മൾ നടക്കുന്നതിനിടയിൽ പലപ്പോഴും ട്രൈബൽ ആൾക്കാരാണ് ഇതിൻ്റെ വിക്ടിമാവുന്നത്. ഒരുപാട് കേസുകൾ കിട്ടിയിട്ടുണ്ട്. അത് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു ടൈഗറിൻ്റെ ഒരു സേഫ് ലിമിറ്റ് കഴിഞ്ഞാൽ ടൈഗർ അറ്റാക്ക് ചെയ്യും. ടൈഗർ ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും, ആൾക്കാരെ കഴിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളത് മാനേറ്റേഴ്സ് ആണ്, മനുഷ്യനെ മാത്രം പിടിക്കുന്ന കടുവ. അത് ഈ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് 3 കേസോളം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേട്ട് കാണും, രാധ എന്ന് പറഞ്ഞ ആ ലേഡി, അവർ പുലർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈഗർ വന്ന് പിടിച്ചു, അവരെ കഴിച്ചു. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ഓടിയെത്തി. ഞങ്ങൾക്ക് തോന്നി ഇത് പ്രശ്നമാണെന്ന് തോന്നി. പിന്നെ കാണുന്ന വേറെ സ്ത്രീയുടെ വീടിനടുത്ത് വന്ന് ഇത് പക്കം പാർക്കുന്നത്, സ്റ്റോപ്പ് ചെയ്യാൻ പറയും. കൃത്യമായിട്ട് മനുഷ്യന് അത് പുറകെ വന്നിട്ട് പിടിക്കും. അങ്ങനത്തെ മാനേറ്റേഴ്സ് ഉണ്ട്. അത് മനുഷ്യനെ മാത്രമേ കഴിക്കുള്ളൂ. ആ കേസുകൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വെടിവെച്ചു കൊള്ളേണ്ട സിറ്റുവേഷനാണ് നമ്മൾ എത്തുക. ഈ പർട്ടിക്കുലർ കേസിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. വെടിവെച്ചല്ല, നമ്മൾ മയക്കുവെടി വെച്ചു, വേറൊരു കടുവ വന്നിട്ട് ഇതിനെ കൊല്ലുകയാണ് നമ്മൾ ഉണ്ടായത് ഇതിനകത്ത്. അപ്പോൾ ഇതിന് ഹോം റേഞ്ച് സെർച്ചിലുള്ള കടുവകളുടെ ഇപ്പം മുകളിലുള്ള ഒരു കടുവക്കുട്ടിയാണ്, നോക്കൂ, അതിനെ കൊന്നിരിക്കുന്നു, കഴിച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ സോറി, am I visible? Okay, sorry. Yes, sir. Okay. What's going through? ഓക്കെ, പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞത് ഹാബിച്വറ്റ് കോൺഫ്ലിക്റ്റ് ആനിമലാണ്. പ്രായം കൊണ്ട് ഒക്കെ കടുവകൾക്ക് 10-13 വയസ്സാകുമ്പോൾ പല്ലെല്ലാം കൊഴിഞ്ഞു പോകും. പലപ്പോഴും അത് പിന്നെ മറ്റേ അവിടെ വലിയ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള വലിയ കടുവകളുണ്ടാവും, അവർ കൊല്ലും.
ഇവരുമായിട്ട് ഇൻഫൈറ്റ് ഉണ്ടാവും, കൊല്ലും. പല രോഗങ്ങൾ ഇപ്പൊ താഴെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരയാണ്, ബ്രെയിനിലാണ് ഉണ്ടാവുക കടുവയുടെ. അതിന്റെ സ്വഭാവം തന്നെ മാറ്റിക്കളയും. അത് അത് ആനിമൽ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ പോകും. പേവിഷബാധ ഉണ്ടാവാറുണ്ട് പലപ്പോഴും കടുവകളിലും പുലികളിലും ഒക്കെ. അതും ഇതിന്റെ സ്വഭാവങ്ങൾ മാറ്റുന്നുണ്ട്, അത് കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ കോൺഫ്ലിക്റ്റ് ആനിമലിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈഗർ ഐഡന്റിറ്റി. ഇതിന് നമ്മൾ ക്യാമറ ട്രാപ്പ് മെത്തേഡ് എന്ന് വെച്ചിട്ട് നമ്മൾ 2 ക്യാമറ വെക്കും. അതിന് മുകളിൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് കിട്ടും. ഈ ഫോട്ടോസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കടുവയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതിപ്പോൾ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് അറിയാം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വലതുവശത്തുള്ള കടുവ എന്ന് പറഞ്ഞാൽ വലിയൊരു മനുഷ്യനെ കൊന്ന കടുവയാണ്. അതിന് ആദ്യത്തെ ഫോട്ടോ ആണ് ഞങ്ങൾക്ക് 2005 കിട്ടിയത്. അതിനെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്യും. ആ മാപ്പ് നമുക്ക് വലിയ യൂസ്ഫുൾ ആണ്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാമറ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയാണ്, അതിൻ്റെ ഫ്രണ്ട് കൂടെ പോയി കഴിഞ്ഞാൽ ഈ തെർമൽ സെൻസേഴ്സ് ഉണ്ട്, അതിൻ്റെ മൃഗത്തിൻ്റെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് കടുവയെ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അറിയാലോ, കടുവയുടെ വരകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലെ എന്താ പറയുക തമ്പ് ഇംപ്രഷൻ പോലെയാണ്. ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കാം. ആ രീതിയിൽ നമ്മൾ മാപ്പ് ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഓക്കെ, അപ്പം മെയിൻലി നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യാവുന്ന ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൂട് വെച്ചിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഈ ഹാബിച്വൽ, അതായത് ഇങ്ങനെ ഒരു ആർജിച്ച സ്വഭാവമുള്ള കടുവകളെ പലപ്പോഴും അതൊരു പശുവിനെ വന്ന് കൊന്നു, പലപ്പോഴും കെട്ടിയിട്ട പശുക്കളെ കൊല്ലുള്ളൂ കേട്ടോ, അത് വന്നു കൊന്നു, അത് രണ്ടാമതും വരും അവിടെ തന്നെ. ഒന്നും ചെയ്യണ്ട, ഇതിനൊരു നമ്മൾ ട്രാപ്പ് ഉണ്ട്, ഇതിനെ കടുവയെ പിടിക്കാനുള്ള കൂടുണ്ട്, ട്രാപ്പ് കൂടുന്നു. അത് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇത് വീഴും, അതായത് ഗേറ്റ് വീഴും. അങ്ങനെയുള്ള ട്രാപ്പ് കൂടുകൾ വെച്ചിട്ട് നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ ട്രാപ്ഡ് ആനിമൽസിനെ? പലപ്പോഴും ഈ പ്രായമായ കടുവകളെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും തിരിച്ച് മനുഷ്യന്റെ സാന്നിധ്യത്തിലേക്ക് തന്നെ വരും. കാരണം അതിന് ജീവിക്കാൻ പറ്റില്ല, അതിന് മുറിവുണ്ടാവും, പല്ലുണ്ടാവില്ല. അങ്ങനത്തെ ആനിമൽസ് എപ്പോഴും തിരിച്ച് മനുഷ്യ ഇവിടേക്ക് വരും, പശുക്കളെ പിടിക്കും. അത് കെട്ടിയിട്ട പശുക്കളെ മാത്രമേ പിടിക്കുള്ളൂ. ഓക്കെ, സ്ട്രെയിൻ ടൈഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പുറത്തേക്ക് വരുന്ന ആനിമൽ വളരെ ബുദ്ധിമുട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യാം, മയക്കൊടി വെക്കാണ്ട് പറ്റില്ല. ഈ ആനിമൽസിന് വളരെ വളരെ ബുദ്ധിമുട്ടാണ്, പലപ്പോഴും വെടിവെച്ച് കൊള്ളേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നമുക്ക് വരിക. ഇതാണ് ലെപ്പേർഡ്സിൻ്റെ, പുലികളുടെ ഇതാണ് ഏറ്റവും കൂടുതൽ. ഞാനൊരു 100ഓളം പുലികളെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും നഗരങ്ങളിലാണ് ഇത് വരിക. പ്രധാനമായും പട്ടികളെ പിടിച്ചിട്ടാണ് ഇവർ ജീവിക്കുക. ഇങ്ങനെയുള്ള ആനിമൽസിൻ്റെ കോൺഫ്ലിക്റ്റും നമുക്കൊരു പ്രശ്നമാണ്. പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം തന്നെ നമ്മൾ ഈ 10-100ഓളം പുലികൾ നമ്മൾ നഗരങ്ങളിൽ പിടിച്ചിട്ട് വടകര, കോഴിക്കോട് ഇങ്ങനെ ഇതിലേക്ക് വരാം. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് നഗരങ്ങളിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ പറയും ഇത് ലോറി കയറി വന്നതാണ്, മറ്റേ അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ പുഴയുടെ സൈഡിൽ കൂടെ മൂവ് ചെയ്യും. ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി അഡാപ്റ്റബിളാണ്, അതിന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ സുവേജിന് എത്രയോ പുലികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ ഹൈലി അഡാപ്റ്റബിൾ ആണ്. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് പുഴയുടെ സൈഡിൽ കൂടെ വന്ന് ലാസ്റ്റ് എന്താ പറയുക എവിടെ എത്തുക, കടലിൻ്റെ അടുത്തെത്തുക. അവിടെ എത്തുമ്പോഴേക്ക് അവിടെ കുറേ പട്ടികൾ കണ്ടിട്ടുണ്ടാവും, അതിനെയൊക്കെ കഴിക്കും. അതിനെയൊക്കെ കഴിച്ചാൽ റിസോഴ്സ് തീർന്നു, അയാളുടെ ഇത് കഴിഞ്ഞു. അവിടുന്ന് ഇത് പുറത്തിറങ്ങി വരുന്നതോടെ നമ്മൾ കാണാനിടയാവുകയും നമ്മൾ പിടിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ എല്ലാ ലെപ്പേഴ്സിനും ഞാൻ തിരിച്ച് കാട്ടിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, റേഡിയോ കോളർ വെച്ചിട്ടുണ്ട്. ഒരെണ്ണവും പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ലെപ്പേർഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാവുന്ന ഒരു സ്പീഷീസ് ആണ്. ഓക്കെ, സ്നേറിൽ വരുന്ന കേസുകളുണ്ട് ഒരുപാട്. ഇത് പന്നിക്ക് വെക്കുന്ന കെണികളിൽ വരുന്ന കുടുങ്ങുന്ന ഒരുപാട് പുലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കടുവ പോലുള്ള മൃഗങ്ങളെ നമ്മൾ മയക്കുവെടി വെച്ചൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡേഞ്ചർ പൊട്ടൻഷ്യൽസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടും. അപ്പോൾ ഒരു കടുവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു, അപ്പോൾ നമ്മൾ തട്ടിക്കളയാം. അതുകൊണ്ടാണ് ഈ സുന്ദർബൻസിലെ ആൾക്കാരാണ് ഈ താഴെ കാണുന്ന സ്ലൈഡ്, ആൾക്കാർ പുറകിൽ മാസ്ക് വെക്കുക ചെയ്യാം. എന്താ ആൾക്കാർ തിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ആൾക്കാർക്ക് തോന്നുന്നത്. അവിടെ വ്യാപകമായിട്ട് കടുവ പിടിക്കപ്പെടുന്ന കേസാണ് സുന്ദർബൻസിലൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള പല ട്രിക്കുകളും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ബിഗ് കാറ്റ്സിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ. ഇതാണ് നമ്മൾ ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റോ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റോ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പല
കോൺഫ്ലിക്റ്റും പല രീതിയിലായിരിക്കും. അതിനെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ആ സിറ്റുവേഷൻ തിരിച്ചറിയും അതിനെ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് സ്റ്റൈലിലേക്ക്, പുതിയൊരു കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് സ്റ്റൈലിലേക്ക് അതിനെ മാറ്റുകയാണ് വേണ്ടത്. പിന്നെ നമ്മളൊരു സിനേറിയോ ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയും. അതായത് നമ്മൾ ഒരു പ്രശ്നത്തെ അതിൻ്റെതായിട്ടുള്ള ആവാസ വ്യവസ്ഥ കണ്ടുകൊണ്ട് തന്നെ നമ്മളതിനെ മിറ്റിഗേറ്റ് ചെയ്യാന്നില്ല. അല്ലാണ്ട് നമുക്കൊരു SOP ഉണ്ടാക്കിയിട്ട്, SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാ കോൺഫ്ലിക്റ്റിനെയും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അതിൻ്റെ ഡ്രൈവർ, നമ്മൾ ഡ്രൈവർ എന്ന് പറയാം. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം, ഇപ്പം കടുവയാണെങ്കിൽ വയസ്സായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഇഞ്ചേർഡ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ ഡ്രൈവർ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പല രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്യും. ഒന്ന് ലോങ് ടേം കോൺഫ്ലിക്റ്റ് സ്ട്രാറ്റജി എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്തിട്ടുള്ള, അത് നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുക എന്താണ്, കോൺഫ്ലിക്റ്റ് റിസ്ക് നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മോഡൽ ചെയ്തിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മാപ്പിംഗ് ചെയ്യാം, കോൺഫ്ലിക്റ്റ് മാപ്പിംഗ് ചെയ്യാം. ഇപ്പം നേരത്തെ കാണിച്ച മാപ്പാണ്. ഈ മാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റാന്നുള്ളത് നോക്കുകയാണ് ചെയ്യുക. പിന്നെ ഷോർട്ട് ടേം കോൺഫ്ലിക്റ്റ് ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടുവ നഗരത്തിൽ ഇറങ്ങി, കോഴിക്കോട് വയനാട്ടിൽ ഇറങ്ങി, അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങി, ഒരു ലെപ്പേർഡ് പുലി ഇറങ്ങി, അങ്ങനെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ട്. ഇങ്ങനെയുള്ള ഏത് മെത്തേഡ്സ് ആണെങ്കിലും ഉപയോഗിക്കുന്നത്. ഈ ലോങ് ടേമും ഷോർട്ട് ടേമും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ പ്രശ്നമുള്ള സമയം ഇപ്പോൾ കുരങ്ങന്മാരുടെ പ്രോബ്ലമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ 3 തരം കുരങ്ങന്മാരുണ്ട്, അതിൽ വ്യാപകമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം ബേർത്ത് കൺട്രോൾ, അതായത് നമുക്ക് മനുഷ്യന്മാരിലൊക്കെ ചെയ്യുന്ന പോലെ ട്യൂബക്ടമി, വാസക്ടമി, മനുഷ്യരിൽ ജനന നിയന്ത്രണം ചെയ്യുന്ന ഇതേ രീതിയിലേക്ക് നമുക്ക് കുരങ്ങന്മാരിലേക്ക് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള പ്രപ്പോസലുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ചലഞ്ചസ് ഇൻ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. ഇന്റഗ്രേഷൻ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്? കർഷകൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, മാനേജേഴ്സ്, ദെൻ പിന്നെ ജില്ലാ ഭരണാധികാരികൾ, പോലീസ്, ഇതെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാനേജ് ചെയ്യാന്നുള്ള. പിന്നെ ഡയലമ ഇൻ മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. നമുക്കൊരു പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആവാസ വ്യവസ്ഥയും യഥാർത്ഥ പ്രശ്നത്തെയും തിരിച്ചറിഞ്ഞ ശേഷം നമ്മളിതിനെ കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2012 ശേഷമാണ് നമ്മൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മളെ കണക്കില്ല, കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല, നമ്മൾ അവലോകനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 5 സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. നമുക്ക് വേണേൽ കോമ്പറ്റ് ചെയ്യാം, നമുക്ക് വേണേൽ കൊളാബറേറ്റ് ചെയ്യാം, നമുക്ക് വേണേൽ ഒഴിവാക്കാം, ഇല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്ക് കോംപ്രമൈസിങ് ലെവലിലേക്ക് പോകാം. ഇതൊരു ഫിലോസഫിയാണ്, സ്റ്റൈൽ ഓഫ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. പലപ്പോഴും ആൾക്കാർ അക്കോമഡേറ്റിംഗ് ഒന്നും പറ്റത്തില്ല, കൃഷിക്കാർക്ക് അത് പറ്റത്തില്ല. ചിലത് അവോയ്ഡ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം, അതെ പോട്ടെ, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ പഴയ ഞാൻ പറഞ്ഞില്ലേ. ചിലത് കോമ്പറ്റ് ചെയ്യാം, നമുക്കതിനെ വെടിവെച്ച് കൊല്ലാം, നമുക്കതിന് ചെയ്യാം. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഈ രീതിയിലുള്ള കോപ്പറേറ്റീവ് ആൻഡ് അസർട്ടീവ് രീതിയിലുള്ള അപ്രോച്ചാണ് നമുക്ക് ശരിക്കും വേണ്ടത്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ക്ഷമിക്കുക, ഞാൻ ചെറിയൊരു പനിയിലാണ്, അതുകൊണ്ടാണ് എൻ്റെ ശബ്ദം കുറച്ച് പ്രോബ്ലം ഉള്ളത്. ഓക്കെ, ബിജു സാറിലേക്ക് വരാം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഒരു പ്രധാനപ്പെട്ട തീമായ ആക്ച്വലി ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ, അതിന്റെ ഒരു ബ്രോഡ് കുടക്കീഴിലാണ് നമ്മൾ പലപ്പോഴും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിൽ വളരെ സുദീർഘമായിട്ട് വിജ്ഞാനപ്രദമായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു തരുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള അഗാധമായ നന്ദി ഇവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുകയാണ്. എന്തെങ്കിലും ചോദ്യം ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടോ സ്പെസിഫിക് ആയിട്ട്? കാര്യം ഇത്തരം പരിപാടികളെ പറ്റിയുള്ള പിന്നെ കഴിഞ്ഞിട്ട് അതിനുള്ള ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് പരിഗണിക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ജില്ലകളിലെ ജില്ലാ എക്സിക്യൂട്ടീവുകളെ അറിയിക്കുകയും അതുവഴി നമുക്കത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരുപക്ഷെ സാറിനെ തന്നെ കോണ്ടാക്ട് ചെയ്ത് അതിനുള്ളൊരു
പ്രശ്നപരിഹാരം, ചോദ്യങ്ങൾക്കുള്ള സംശയ നിവാരണമൊക്കെ നടത്താൻ നമുക്ക് മാർഗമുണ്ട്, എല്ലാവരുടെയും അറിവിലേക്ക് പറയാം. അപ്പൊ ഈ പരിപാടിയുടെ റെക്കോർഡിംഗ് നമ്മുടെ വെബ്സൈറ്റിലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക്, കോളേജ് ഗ്രൂപ്പുകളും, സ്കൂളിന്റെ തുടങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് കോളേജിന്റെ ഐഡിയ സബ്മിഷൻ തുടങ്ങിയത്. അപ്പോൾ ആ കുട്ടികളിലേക്ക്, അതുകൊണ്ട് പാർട്ടിസിപ്പേഷൻ ഇന്ന് കൂടുതലും സ്കൂൾ കുട്ടികളിലായിരുന്നു. അപ്പോൾ എല്ലാവരിലും എത്തിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. സാറിന് ടൈം ഉണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങളൂടെ നമുക്ക് എടുക്കാം. നയോമി ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ചോദിക്കാമോ? നയോമി അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സാറിന്റെ ചോദ്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് നമ്മുടെ ആദിമ മനുഷ്യരില് പണ്ട് നേഴ്സും മറ്റൊന്നും ഇല്ലെന്ന്. അപ്പം ഈ നമ്മുടെ ജീവികൾക്ക് ഇവരെ പെട്ടെന്ന് ആക്രമിക്കാനൊക്കെ പറ്റുമെന്ന്. അപ്പൊ അന്ന് അവരെങ്ങനെയായിരുന്നു സർവൈവ് ചെയ്തിരുന്നത്? അതൊന്ന് പറഞ്ഞു തരാമോ? സർ മ്യൂട്ടാണ്. സാറ് അന്ന് ഫസ്റ്റ് ടൈമിൽ മനുഷ്യരുണ്ടായിരുന്ന സമയത്ത് അവർക്ക് നെയിൽസ് ഇല്ലായിരുന്നു. അപ്പൊ അവരെങ്ങനെ സർവൈവ് ചെയ്തു? അതൊന്ന് പറഞ്ഞു തരാമോ? അരുൺ സാർ മ്യൂട്ടിലാണ് തോന്നുന്നല്ലേ? അരുൺ സാർ സർ താഴെ സൂം എന്നുള്ള ഐക്കൺ ഉണ്ടാവും. കേൾക്കാമോ? ചോദ്യം കേട്ടല്ലോ അല്ലേ? കേട്ടു. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആദിമ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000-14,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കൃഷി സ്റ്റാർട്ട് ചെയ്തത്, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹണ്ടർ ഗ്യാദേഴ്സ് എന്നാ പറയാം. നമ്മൾ ആദ്യം പെറുക്കി തിന്നുന്നത് സ്കാവഞ്ചിങ് ആയിരുന്നു മെയിനായിട്ട്. സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ആദിമ മനുഷ്യൻ കഴിച്ചിരിക്കാം ആനയുടെ മജ്ജയായിരിക്കാം. ഓക്കെ, പലപ്പോഴും എന്ന് പറഞ്ഞാൽ പ്യൂട്രിഫൈ ചെയ്ത് പോയിട്ട്, അതായത് അഴുകിപ്പോയിട്ട് അതിൻ്റെ എല്ലിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് മജ്ജയായിരിക്കണം ആദ്യം കഴിച്ചിരിക്കാം. പല തിയറിയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഓസ്ട്രോപിത്തക്കസ് ആഫ്രിക്കൻ വലിയ ഹൈറ്റ് ഒന്നുമില്ല. നമ്മുടെ നമ്മളുടെ ഈ ഹിപ്പിൻ്റെ അവിടെ വരെ സൈസുള്ളൂ. അവിടെയാണ് മനുഷ്യൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി മനുഷ്യൻ കണ്ടെത്തുന്നത്, കൊയലൈസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പല രീതിയിലും പലരും പറയുന്നുണ്ട് ഒരു മേജർ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ആ മേജർ മ്യൂട്ടേഷനോടെ മനുഷ്യൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി കൂടുകയാണ്. ഓക്കെ, പണ്ടുണ്ടായിരുന്ന ഒരു കുരങ്ങൻ്റെ മാത്രമുള്ള ബ്രെയിനിൽ നിന്ന് ഒരു വലിയൊരു ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. ഇതിലൂടെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ പ്രകൃതിയെക്കുറിച്ച് അറിയാനും ഈവൻ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്തത്. അങ്ങനെയാണ് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം ഗ്യാദറേഴ്സ് ആയിരുന്നു, പിന്നെ ഹണ്ടേഴ്സ് ആയിരുന്നു. ഹണ്ടേഴ്സിൽ നിന്ന് പിന്നെ മാറി കൃഷിയിലേക്ക് വന്നു, അഗ്രികൾച്ചറിലേക്ക് വന്നു. ഇതൊരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ സാധനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഇൻവെന്റഡ് സോ മെനി തിങ്സ്. തീ കണ്ടുപിടിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നു. അപ്പം വളരെ റോ ആയിട്ടുള്ള, അതായത് വളരെ പച്ചമാംസം രുചികരമാക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു സാധനത്തിലേക്ക് ഇയാൾ ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യുന്നു. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഈ സ്ലോ പ്രോസസ്സ് വരുന്നതോടെ തന്നെ മനുഷ്യന് ആവശ്യം കൂടുകയാണ്. അവന് ലാൻഡ് കൂടുതൽ വേണം, അവിടേക്ക് കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് വളരെ കുറച്ചായിട്ടാണ് പറഞ്ഞത്. മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നയോമി? മനസ്സിലായി സാർ. ഓക്കെ, അപ്പം ഇതൊരു മനുഷ്യന്റെ പരിണാമം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. അതായത് ഫിസിക്കൽ ആട്രിബ്യൂട്ട് മാത്രമല്ല, കൾച്ചറൽ മാത്രമല്ല, ബിഹേവിയറൽ മാത്രമല്ല, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു 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 സംക്ഷിപ്ത രൂപത്തിലാണ് നമ്മളിപ്പോൾ മനുഷ്യൻ നിൽക്കുന്നത്. മനസ്സിലാക്കാം. Lena? Hello, sir. Myself, Lena. You're audible, sir? Yeah, please. Yes, sir.
So, sir, regarding എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ എലിഫന്റ് ഹ്യൂമൻ കോൺഫ്ലിക്ട് റിഗാർഡഡ് ആണ്. സോ ഐ വാസ് ലുക്കിംഗ് ഇൻ ഇറ്റ് ആൻഡ് നമുക്ക് കറന്റ്ലി കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഏത് ടെക്നിക്കാണ് ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് വേയിൽ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻ എ ടെക്നിക്കൽ സൈഡ്? ടെക്നിക്കൽ സൈഡിൽ അബ്സല്യൂട്ട്ലി ഒന്നും 100% ഫുൾ പ്രൂഫ് അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഫിസിക്കൽ ബാരിയേഴ്സ് പറഞ്ഞു, ഇലക്ട്രിക് ഫെൻസസ്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്, അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് കുങ്കി ഉപയോഗിച്ച് ഓടിക്കാൻ തുടങ്ങി, അതിനും അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്. എത്ര കുങ്കികൾ നമുക്ക് ഇറക്കാൻ പറ്റും? ഒരിക്കലും ഇത് പറ്റില്ല. ഇപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ് പ്രത്യേകിച്ച്, ഇതെന്ന് പറഞ്ഞാൽ എവർ ഇവോൾവിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കാണുന്നത് ഞങ്ങൾ കൊമ്പന്മാരെ കൂട്ടത്തിനെ കാണുന്നത്. അതായത് പണ്ട് അന്യോന്യം ഫൈറ്റ് ചെയ്ത് മരിച്ചുകൊണ്ടിരുന്ന കൊമ്പന്മാര് ഇപ്പം 5ഉം 6ഉം കൊമ്പന്മാര്, വലിയ കൊമ്പനാനുകൾ കോപ്പറേറ്റീവ് എന്നാണ് നമ്മളിപ്പോൾ തന്നെ പറയുന്നത്. അവർ റിസ്ക്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന റിസ്ക് ഷെയർ ചെയ്തിട്ട്, ഇത് ഞാൻ പറഞ്ഞത് കോൺഫ്ലിക്റ്റിന്റെ ആസ്പെക്ട് ആണ്. എക്കോളജിക്കൽ ഉണ്ട്, ഒരുപാടുണ്ട്, ബിഹേവിയറലായിട്ടും വരുന്നുണ്ട്, ഈ ബിഹേവിയറലായിട്ട് വ്യാപകമായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡൈനാമിക് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആം റേസ് പോലെ ഇത് മാറി മാറി വരുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഓക്കെ, ഫുൾ പ്രൂഫ് ഇതുവരെ കണ്ടെത്തിയില്ല. ഓക്കെ, ഇതിന്റെ നമുക്ക് പല സിസ്റ്റം ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോയി നമുക്ക് നോക്കാവുന്നേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫ്ലിക്റ്റ് മെക്കാനിസം ഇതാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺഫ്ലിക്റ്റിന്റെ യഥാർത്ഥ ഡ്രൈവർ എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഇതുവരെ നമ്മൾ ചെയ്യാണ്ടിരുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഞാൻ പറഞ്ഞില്ല, ചില ആനകൾ അത് സ്വയം ആർജിക്കുന്ന സ്വഭാവമായിരിക്കാം കോൺഫ്ലിക്റ്റ്, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആ ഗ്രൂപ്പ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വന്ന ചേഞ്ച് ആയിരിക്കാം, ഇക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ഞാൻ പറഞ്ഞ ഫ്രാഗ്മെന്റേഷൻ പോലെയുള്ള ഇഷ്യൂസ്. 3, ചിലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഡ്രൈവേഴ്സ് നമുക്ക് വേറെ പല രീതിയിലായിരിക്കാം, അവൈലബിലിറ്റി ഓഫ് ഫുഡ്, വാട്ടർ, ഇതിൻ്റെ പ്രശ്നമായിരിക്കാം. ഇതൊക്കെ നമ്മൾ ഓരോ സിനേറിയോ എടുത്തിട്ട് അതുകൊണ്ട് സിനേറിയോ ബേസ്ഡ് ആയിട്ട് നമുക്കിതിനെ കോൺഫ്ലിക്റ്റ് മിറ്റിഗേറ്റ് ചെയ്തേ പറ്റും. Am I clear? Yes, sir. Thank you, sir. Okay, thank you. Tanmay, Please. Hi, sir. Actually, I'm developing an app for environmentalism, and I wanted to know if there are ways people can individually reduce human-animal conflicts or reduce human-animal conflicts through an app, if that's possible. ഒരുപാട് ആപ്പുകൾ ഇപ്പം നമ്മൾ വരുന്നുണ്ട്, ഇപ്പം നമ്മളത് അപ്ലൈ ചെയ്യുന്നുമുണ്ട്. ഇപ്പം ആപ്പുകളുടെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് നമുക്കൊരു ആന ഇറങ്ങാൻ പോവുകയാണെങ്കിൽ, ഒരു ടൈഗർ ഇറങ്ങിയിട്ടുണ്ട്, അതിന് നമുക്ക് ആപ്പ് വെച്ചിട്ട് ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കാം. ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അവർക്ക് വാർണിംഗ് കൊടുക്കാം, നമുക്ക് ഇറങ്ങരുത് ഇല്ലെങ്കിൽ പോകരുത് എന്നുള്ള രീതിയിൽ അവരെ നമുക്ക് റിഫ്രെയിൻ ചെയ്യാം. പക്ഷേ ആസ് ഇറ്റ് ഈസ് എൻ ആപ്പ്, ഒരു നമുക്കൊരു കോൺഫ്ലിക്റ്റിന്റെ മിറ്റിഗേഷനെ കൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം പലപ്പോഴും നമ്മൾ റേഡിയോ കോളർ ചെയ്ത് ആനയുടെ ഡാറ്റ എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് ആന ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് പോകുന്നുണ്ട്, ഇപ്പോൾ പ്രോബ്ലമാറ്റിക് എലഫൻസ് പ്രത്യേകിച്ച്. അപ്പം അത്തരം ആപ്പുകൾ നമുക്ക് പ്രായോഗികമാക്കാം. ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. വയനാട് ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ബോർഡ് വെച്ചു, ആന ഇറങ്ങുകയാണെങ്കിൽ LED ലൈറ്റാണ്, അതിങ്ങനെ പറയുന്നത് ആന ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ തന്നെ പറഞ്ഞു അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു. കാരണം ആ ഗ്രാമത്തിൽ പിള്ളേർക്ക് ബോയ്സിന് പെൺകുട്ടികളെ കിട്ടാനാവാൻ തുടങ്ങി. കാരണം തന്നെ ഇത്രയും പ്രോബ്ലം ഉള്ള ഒരു ഏരിയയിലേക്ക് ആരും വിടാൻ വില്ലിങ്ങല്ല. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റുകളുണ്ട്. ഞാൻ തമാശയായിട്ട് പറഞ്ഞ കേട്ടോ, തമാശല്ല, ഞാൻ നടന്ന കാര്യം പറഞ്ഞ. അത് നമ്മളൊരു ഏർലി വാർണിംഗ് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കത് ഡിവൈസ് ചെയ്തെടുത്തേ പറ്റും. ഇപ്പൊ കറന്റ് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ കോളറിംഗ് ഓപ്പറേഷൻസ്. Okay, thank you, sir. Okay, I hope makes sense. Yes. Yeah.
ഇനി ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ അറിയിച്ചാൽ മതി. സോ നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ട്സ് ആർ ഓൾവേസ് വെൽക്കം. അത് നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് വിൽ പാസ് ഇറ്റ് ഓൺ ടു സാർ ആസ് ആൻഡ് വെൻ വി ഗെറ്റ് ദം. സോ എനിക്ക് പുതിയ ജനറേഷനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോ ദിസ് എ ഹ്യൂജ് സ്കോപ്പ് ആക്ച്വലി. കൺസർവേഷനും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റും ഹ്യൂജ് സ്കോപ്പുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫ്, നമുക്ക് രണ്ടെണ്ണമാണ്. ഒന്ന് സൂ ബേസ്ഡ് ആയിട്ടുള്ള മൃഗശാല ബേസ്ഡ് ആയിട്ടുള്ള വൈൽഡ് ആനിമൽസും, രണ്ട് കാട്ടിലെ മൃഗങ്ങൾ. അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടി ഫാക്ടോറിയൽ, മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്. എക്കോളജിസ്റ്റ് ആവണം, ഒരു വെറ്ററിനറി ഡോക്ടർ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ എല്ലാത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് വേണം. അപ്പം ഒരുപാട് സ്കോപ്പ് ഇതിനകത്തേക്ക് മുന്നോട്ട് വരുന്നുണ്ട് ഫ്രീ റേഞ്ചിങ് വൈൽഡ് ലൈഫിലേക്ക്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾ ഇതിനകത്തേക്ക് താല്പര്യം എടുത്ത് വരണം എന്നാണ് എന്നെപ്പോലുള്ള മുതിർന്ന ആൾക്കാർക്ക് പറയാനുള്ളത്. I'm sure, sir, this should inspire a lot of people to take up the cause of addressing wildlife-human conflict. And hopefully YAP also will get some good idea submissions this time. Yeah. Thank you once again for sparing your invaluable time for delivering the talk. No problem. Thank you very much. Thanks a lot. Thank you, sir. Thanks all. Bye. Good night. Bye.